ട്രാക്ക് വണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഒരു പുതിയ അധ്യായം തുടങ്ങുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടിയുള്ള ക്ലാസ് സീരീസുകളാണ് ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത് അതിന്റെ ദേവസ്വം ബോർഡ് സ്പെഷ്യൽ ടോപ്പിക് ഇല്ലേ, ആദ്യത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ ക്ലാസ് ആയിട്ട് തന്നെ നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. മെയിനായിട്ട് നിങ്ങളോട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും പറയാനുള്ളത് ഇപ്പം LDC, LPS, UPS, HS, പിന്നെ LGS, അങ്ങനെ ഈ ഇടയ്ക്ക് അടുത്ത് വന്ന മിക്ക റാങ്കുകൾ വന്നൊരു സമയമുള്ളൂ. കുറേ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനകത്തൊന്നും പെടാതെ കുറേ വർഷങ്ങളായിട്ട് പഠിച്ചിട്ടും ആ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാതെ മനസ്സ് മടുത്തിരിക്കുന്നവരാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സിനെ ഒരിക്കലും ഒരു നെഗറ്റീവ് ഇതിലേക്ക് കൊണ്ടുപോകരുത്. നമ്മൾ എപ്പോഴും പോസിറ്റീവ് ചിന്താഗതി കൊണ്ടുപോകണം. കാരണം നിങ്ങളുടെ മനസ്സാണ് ഏറ്റവും വലിയ സപ്പോർട്ടീവായിട്ട് ഇതിന് വേണ്ടത്. PSC അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് PSC എക്സാം അല്ലെങ്കിൽ SSC, RRB അല്ലെങ്കിൽ ദേവസ്വം ബോർഡ്, അങ്ങനെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, നിങ്ങളുടെ മനസ്സാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ശക്തിയായിട്ട് കൂടെ നിൽക്കുന്നത്. അപ്പൊ ആ മനസ്സിനെ ഒരിക്കലും നമ്മൾ നെഗറ്റീവ് ചിന്താഗതിയിലേക്ക് തള്ളിവിടാൻ പാടില്ല. ഒരു സിനിമയിൽ മറ്റേ അജിത്ത് പറയുന്ന പോലെ ഒരു മാസ് ഡയലോഗ് പറയുന്നുണ്ട്. ആ മാസ് ഡയലോഗ് ഉദ്ദേശം വേറൊന്നുമല്ല. ഉദ്ദേശം എന്താ വെച്ചാൽ ഈ ലോകം മൊത്തം എതിർത്താലും ലോകത്തുള്ള ഏത് ശക്തികളും നിങ്ങൾ തോറ്റു എന്നിങ്ങനെ പറഞ്ഞു മനസ്സിലാലും ശരി, നിങ്ങൾ തോൽവി സമ്മതിക്കുന്നവരെ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റൂല. നിങ്ങൾ തോറ്റു എന്ന് എന്ന് ഉറപ്പിക്കുന്നോ അന്നത്തോടെ നിങ്ങൾ തോറ്റു തുടങ്ങുകയാണ്. പക്ഷെ നിങ്ങൾ എന്ന് തോക്കുന്നില്ല എന്ന് തോറ്റിട്ടില്ല എന്ന് ഉറപ്പ് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്നു, അന്ന് നിങ്ങൾ ജയിച്ചു തുടങ്ങും. ഒരിക്കലും നിങ്ങൾ തോറ്റു എന്ന് പറഞ്ഞ് മനസ്സിനെ പഠിപ്പിച്ചിട്ട് ഒരിക്കലും ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യാൻ പാടില്ല. നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കണം. അതാണ് ഇവിടെ ഈ കോട്ടിൽ നമ്മൾ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ മനസ്സാണ്. അതിനെ പോസിറ്റീവായിട്ട് നിർത്തുന്നത്, അതായത് പോസിറ്റീവ് ചിന്താഗതികൾ മാത്രം കൊണ്ടു നടക്കുക. ഇപ്പൊ എന്റെ പേര് ഗൂഗിൾ PR. നമ്മളപ്പം ദേവസ്വം പുതിയൊരു അധ്യായത്തിൽ തുടങ്ങുവാണ്. അപ്പൊ ഇത്രയും നാൾ റാങ്ക് ലിസ്റ്റ് വന്നില്ല എന്നുള്ളതിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട, കാരണം നിങ്ങൾക്കുള്ളത് വരുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. വെൽക്കം ടു ക്രാക്ക് വൺ. ഇപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കുവാണ്. നമ്മൾ ഇന്ന് നോക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എക്സാം ക്ലാസ് സീരീസ് ആണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ക്ലാസ് സീരീസിലേക്ക് വരുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ക്ലാസ് സീരീസ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ആ ക്ലാസ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നാണ് ആദ്യം ആരംഭിക്കാൻ പോകുന്നത്. അതിന്റെ ആദ്യത്തെ ക്ലാസ് ആണ് ഇന്ന്. കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും അവരുടെ പ്രത്യേകതകളും, അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ടോപ്പിക്കല്ല. ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ തന്നെ ഏറ്റവും വലിയൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ്, കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും അവരുടെ പ്രത്യേകതകളും. കാരണം കേരളത്തിൽ ഇഷ്ടംപോലെ ക്ഷേത്രങ്ങളുണ്ട്. വിരലെണ്ണാവുന്ന ക്ഷേത്രങ്ങളല്ല ഉള്ളത്. അത് അത്രയ്ക്ക് ക്ഷേത്രങ്ങളുണ്ട്. അതുപോലെ പ്രത്യേകതകൾ ഓരോ ക്ഷേത്രങ്ങൾക്കും ഉണ്ട്. അപ്പൊ എല്ലാം നമുക്ക് കാണാതെ പഠിച്ചു വെക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ഇതെല്ലാം പഠിച്ച് ഒരു ചെറിയ സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റില്ല. അപ്പൊ അതിനകത്ത് പ്രധാനപ്പെട്ട പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്ഷേത്രങ്ങളും എല്ലാം ചേർത്താണ് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരുന്നത്. അത് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാമെന്ന് ശ്രമിച്ചാലും നടക്കൂല. കാരണം ഞങ്ങൾക്ക് ക്ലാസ് എത്ര വേണമെങ്കിലും, എത്ര മണിക്കൂറിന്റെ ക്ലാസ് വേണമെങ്കിലും ഒരുമിച്ച് ഇട്ടുതരാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിക്കുക എന്നതിലാണ് കാര്യം. അപ്പൊ നിങ്ങൾ പഠിക്കണമെങ്കിൽ നമ്മൾ അതിന്റെ പോലെ ചെറിയ ചെറിയ ക്യാപ്സ്യൂൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇട്ട് തന്നിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിത് പാർട്ടായിട്ടായിരിക്കും ഓരോ ക്ലാസ്സുകൾ ഇടുന്നത്. നമ്മളൊരു 4-5 ക്ഷേത്രങ്ങളുടെ വെച്ചിട്ടാണ്, 4-5 അല്ലെങ്കിൽ 5-6 ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളായിരിക്കും ഓരോ ദിവസം പറയുന്നത്. ആ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളുടെ ഇത് കൂടുന്ന പ്രത്യേകതകളൊക്കെ കൂടുന്നതനുസരിച്ച് എണ്ണം കുറയും. അത് ആ ക്ലാസ് ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്ഷേത്രങ്ങളുടെ എണ്ണം കുറയും. അപ്പം അങ്ങനെ ഫസ്റ്റ് കുറച്ച് പാർട്ടുകൾ എന്തായാലും ഈ ക്ഷേത്രങ്ങളെ പറ്റി തന്നെയായിരിക്കും പോകുന്നത്. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ അവരുടെ പ്രത്യേകതകളും തന്നെയായിരിക്കും പോകുക. അതിനുശേഷമായിരിക്കും സ്പെഷ്യൽ ടോപ്പിക്കിലെ മറ്റു ഭാഗങ്ങളിലേക്ക് കിടക്കുക. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എക്സാമിന്റെ നമ്മൾ സിലബസ് പൂർണ്ണമായിട്ട് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ സിലബസ് നമ്മൾ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യും. ബാക്കിയുള്ള ടോപ്പിക് വൈസ് ആയിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ നമ്മൾ ക്ലാസ് തരാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മെയിൻ ആയിട്ട് സ്പെഷ്യൽ ടോപ്പിക്കാണ് ഈ ക്ലാസ് സീരീസിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ നോക്കാൻ വന്ന വടക്കുന്നാഥ ക്ഷേത്രത്തെ പറ്റിയാണ്. വടക്കുന്നാഥ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഏറ്റവും ഇമ്പോർട്ടന്റ്, കേരളത്തിൽ വളരെ ഇമ്പോർട്ടന്റും ഏറ്റവും പ്രശസ്തമായ ഒരു ശിവക്ഷേത്രമാണ് വടക്കുന്നാഥ ക്ഷേത്രം തന്നെ. തൃശ്ശൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ശിവക്ഷേത്രമാണ് വടക്കുന്നാഥ ക്ഷേത്രം. തൃശ്ശൂർ നഗരം അറിയാം, നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നതിന് തൃശ്ശൂരാണ്. ആ തൃശ്ശൂരിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ശിവക്ഷേത്രമാണ് ഇത് വടക്കുന്നാഥ ക്ഷേത്രം. ഈ വടക്കുന്നാഥ ക്ഷേത്രം എനിക്ക് തോന്നുന്നു കേരളത്തിൽ എല്ലാവർക്കും തന്നെ പ്രധാനമായിട്ടും അറിയാൻ സാധ്യതയുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ തൃശ്ശൂർ പൂരം തന്നെയാണ്. ലോകപ്രസിദ്ധമായ തൃശ്ശൂർ പൂരം നടക്കുന്നത് ഇവിടെ തന്നെയാണ്. ഈ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്താണ് നടക്കുന്നത്. ഈ തൃശ്ശൂർ പൂരത്തിന് ഇതൊരു ഉത്സവം മാത്രമല്ല. ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് ഒരു ഉത്സവം മാത്രമല്ല, കേരള സംസ്കാരത്തിന്റെ പൈതൃക പ്രതീകം കൂടിയായിട്ടാണ് നമ്മൾ ഈ തൃശ്ശൂർ പൂരത്തെ കണക്കാക്കുന്നത്. ആ തൃശ്ശൂർ പൂരമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് നടക്കുന്ന ക്ഷേത്രത്തിൽ കേരളത്തിൽ ഒട്ടാകെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ അറിയപ്പെടാനുള്ള മെയിൻ ആയിട്ടൊരു കാരണം എന്ന് പറയാം. ഇനി കേരളത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങൾ ഒന്നാണ് ഇത് വടക്കുന്നാഥ ക്ഷേത്രം.
തെക്കേ കൈലാസം അല്ലെങ്കിൽ ദക്ഷിണ കൈലാസം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? വടക്കുന്നാഥ ക്ഷേത്രമാണ് കേട്ടോ. തെക്കൻ കൈലാസം അല്ലെങ്കിൽ ദക്ഷിണ, കാരണം തെക്കാണല്ലോ ദക്ഷിണം എന്ന് പറയുന്നത്. ഇപ്പൊ ദക്ഷിണ കൈലാസം അല്ലെങ്കിൽ തെക്കൻ കൈലാസം എന്നൊക്കെ അറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? അത് വടക്കുന്നാഥ ക്ഷേത്രമാണ്. കേരളത്തിൽ 108 ശിവക്ഷേത്രങ്ങൾ, അതായത് 108 ശിവക്ഷേത്രങ്ങളാണ് കേരളത്തിൽ. അതിൽ ഒന്നാണ് ഈ വടക്കുന്നാഥ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വടക്കുന്നാഥ ക്ഷേത്രമാണ്. 108 ശിവക്ഷേത്രങ്ങൾ ഒരു ക്ഷേത്രമാണ് വടക്കുന്നാഥ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ആരാണ്? അത് ശിവനാണ് കേട്ടോ. ശിവദേവന് വേണ്ടി മഹാദേവൻ അല്ലെങ്കിൽ ശിവന് വേണ്ടി ഇതായിട്ടുള്ള ഒരു ക്ഷേത്രം, പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് വടക്കുന്നാഥ ക്ഷേത്രം. പക്ഷേ ഈ ശിവൻ മാത്രമല്ല, മറിച്ച് അവിടെ ആരൊക്കെയുണ്ട്? അവിടെ കൂടാതെ ഇവർക്ക് ഉപദേവതകൾ കുറെ പേരുണ്ട്. ഈ എല്ലാ ക്ഷേത്രങ്ങളെ പറ്റി അറിയില്ല. ക്ഷേത്രങ്ങളെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അവിടെ ഒരു ദേവൻ മാത്രമല്ല ഉണ്ടാവുക, അവർക്ക് എന്തായാലും ഒരു ഉപദേവതകളും ഉണ്ടാവും. കൂടുതലായും ഉപദേവതകൾ ഇല്ലാത്ത ക്ഷേത്രങ്ങൾ വളരെ ചുരുക്കമാണ്. ഉണ്ട്, ഇല്ലെന്നല്ല, ഒരിക്കലും ഇല്ലെന്ന് പറയാൻ പറ്റില്ല, കാരണം അങ്ങനെയുള്ള ക്ഷേത്രങ്ങളും ഉണ്ട്. പക്ഷെ കൂടുതലും ഉപദേവതകളുള്ള ക്ഷേത്രങ്ങളാണ് കൂടുതലും ഉള്ളത്. അങ്ങനെ ഇവിടെ ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിലുള്ള ഉപദേവതകളാണ് പാർവതി, ഗണപതി, ശങ്കരാചാര്യർ, ശ്രീരാമൻ, ശ്രീ ഹനുമാൻ, ശ്രീ അയ്യപ്പൻ. അതിനകത്ത് ഏറ്റവും നമ്മൾ എടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശങ്കരാചാര്യരുടെ കേട്ടോ. കാരണം ശങ്കരാചാര്യരെ എല്ലായിടത്തും അങ്ങനെ പൂജിക്കുന്നൊന്നുമില്ല. അപ്പം ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാരാന്ന് വെച്ചാൽ ശങ്കരാചാര്യർ. ഈ ചോദ്യം നമ്മളത് ഇവിടെ ഇമ്പോർട്ടന്റ് പറയാൻ കാരണം, നമ്മൾ ഒരു നമ്മുടെ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരാളാണെന്ന് പറയുന്നത് ശങ്കരാചാര്യർ എന്ന് പറയുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, കാരണം ശങ്കരാചാര്യരെ ഉപദേവതയായിട്ടുള്ള ഒരു ക്ഷേത്രം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ വടക്കുന്നാഥ ക്ഷേത്രം എഴുതണം. അങ്ങനെ ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. കാരണം അത് അത്ര ഇത് റെയർ ആയിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ട് കൂടുതൽ അങ്ങനെ ഒരു ചോദ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ശിവന്റെ കൂടെ ആരൊക്കെയാണുള്ളത്? പാർവതി, ഗണപതി, ശങ്കരാചാര്യ, ശ്രീരാമൻ, ശ്രീ ഹനുമാൻ, ശ്രീ അയ്യപ്പൻ എന്നിവർ പ്രതിഷ്ഠയിലുണ്ട്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ കൂത്തമ്പലം, കൂത്തമ്പലം എന്ന് അറിയില്ല, കൂത്തമ്പലമുള്ള ക്ഷേത്രമാണ്. അത് ഈ കൂത്ത് കൂടിയിട്ട് അങ്ങനെയുള്ള ഇത് ഈ കലകൾ നടത്താൻ ഉപയോഗിക്കുന്ന ക്ഷേത്രമാണ്. കലകൾ നടത്തുന്ന ആ ഒരു ചടങ്ങ് നടത്തുന്ന സ്ഥലമാണ് ഈ കൂത്തമ്പലം എന്ന് പറയുന്നത്. അത് നമ്മൾ കലകൾ പഠിക്കുമ്പോൾ ഈ കൂത്തമ്പലത്തെ പറ്റിയും ഈ കൂത്തമ്പലത്തിൽ നടത്തുന്ന കലകളെ പറ്റിയൊക്കെ നമ്മൾ ഇതുണ്ട്. അതായത് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് ഈ കലകൾ എന്ന് പറയുന്നത്. ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു ഇതാണ് കലകൾ എന്ന് പറയുന്നത്, ടോപ്പിക്കാണ് കലകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ഈ കൂത്തമ്പലത്തെ പറ്റിയും ഈ കൂത്തമ്പലത്തിൽ വെച്ച് നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളും അവിടെ വെച്ച് നടക്കുന്ന പ്രധാനപ്പെട്ട കലകളും ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ കൂടുതൽ വിശദമായിട്ട് പഠിക്കും. ഇപ്പൊ പഠിച്ചു വെക്കേണ്ടത് എന്താ വെച്ചാൽ, വടക്കുന്നാഥ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കേണ്ട കേരളത്തിലെ ഏറ്റവും വലിയ കൂത്തമ്പലം ഉള്ള ക്ഷേത്രം ഏതാന്ന് വെച്ചാൽ അതേതാണ്? അത് വടക്കുന്നാഥ ക്ഷേത്രമാണ്. ഇന്നുമ്പ് പറഞ്ഞില്ല, ലോകപ്രസിദ്ധമായ തൃശ്ശൂർ പൂരം നടക്കുന്ന എവിടെയാണ്? വടക്കുന്നാഥ ക്ഷേത്രത്തിലാണ് കേട്ടോ. വടക്കുന്നാഥ ക്ഷേത്രത്തിലല്ല, വടക്കുന്നാഥ ക്ഷേത്രം മൈതാനത്ത്. അവിടെ നമ്മൾ അറിയില്ല, മൈതാനത്ത് വെച്ചാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്, ലോകപ്രസിദ്ധമായ തൃശ്ശൂർ പൂരം. ഇനി പരശുരാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് വിശ്വസിക്കുന്നത്. ഇത് വിശ്വാസമാണ്, പരശുരാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് വിശ്വാസം. ശിവനും വിഷ്ണുവും ചേർന്നുള്ള സങ്കല്പം എന്നാണ് അറിയപ്പെടുന്നത് ശങ്കരനാരായണ സങ്കല്പം എന്നറിയപ്പെടും. അത് ശിവനും വിഷ്ണുവും ചേർന്നുള്ള സങ്കല്പമാണ് ശങ്കരനാരായണ സങ്കല്പം. ഈ സങ്കല്പമാണ് ഇവിടുത്തെ ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിൽ ഒന്നെന്ന് പറയുന്നത്. എന്താണ്? ഈ സങ്കല്പമായിട്ടുള്ള ശങ്കരനാരായണ സങ്കല്പമായിട്ടുള്ള പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ശ്രീകോവിലിൽ ഒന്നെന്ന് പറയുന്നത്. മാത്രമല്ല, ഈ ശങ്കരനാരായണനാണ് ഈ ക്ഷേത്രത്തിലെ എല്ലാ സ്വത്തുക്കളുടെ ഉടമസ്ഥാവകാശം എന്നാണ് വിശ്വാസം. അതായത് വിശ്വസിക്കുന്നുണ്ട് നമ്മള് ആ ക്ഷേത്രത്തിന്റെ എല്ലാ സ്വത്തുക്കളുടെ അവകാശിയാരാണ്? ആ ക്ഷേത്രത്തിന്റെ പ്രധാന ദേവത എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ക്ഷേത്രത്തിലെ എല്ലാ സ്വത്തുക്കളുടെ ഉടമസ്ഥാവകാശം ശങ്കരനാരായണ, അതായത് ശിവനും വിഷ്ണുവും ചേർന്ന സങ്കല്പമാണ് ശങ്കരനാരായണൻ. ആ ശങ്കരനാരായണനാണ് എല്ലാ സ്വത്തുക്കളുടെ ഉടമസ്ഥാവകാശം എന്നാണ് വിശ്വാസം. ഇനി ഏകദേശം 20 ഏക്കറിൽ പറന്നു കിടക്കുന്ന ക്ഷേത്രത്തെ ചുറ്റിയുള്ള കൂറ്റൻ മതിൽ, അങ്ങനെയുള്ള ഈ കൂറ്റൻ മതിൽ അറിയപ്പെടുന്നത് ആനപ്പള്ള മതിൽ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അതായത് ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിന് ചുറ്റും ഏകദേശം 20 ഏക്കറിലധികം പരന്നു കിടക്കുന്ന ക്ഷേത്രത്തിന് ചുറ്റി ഒരു കൂറ്റൻ ചുറ്റുമതിലുണ്ട്. ഈ ചുറ്റുമതിൽ അറിയപ്പെടുന്ന ആനപ്പള്ള മതിൽ എന്നാണ്. ആനപ്പള്ള മതിൽ എന്നാണ് അറിയപ്പെടുന്നത്. ആ പേര് ഓർത്ത് വെച്ചോ, ആനപ്പള്ള മതിൽ. അതാണ് കേട്ടോ ഇമ്പോർട്ടന്റ്. പിന്നെ കിഴക്കേ ഗോപുരത്തിന് സമീപം ഒരു ചെറിയ കല്ല് കാണാം. ഈ കല്ലിന്റെ പേര് ഇപ്പോൾ അറിയപ്പെടുന്നുണ്ട് കലിശില എന്നറിയപ്പെടുന്നു. എന്താണ്? കലിശില. ഈ കിഴക്കേ ഗോപുരത്തിന് സമീപത്ത് ഒരു ചെറിയ കല്ല് കാണാം. ഈ കല്ലിന് അല്ലെങ്കിൽ ഈ ശില അറിയപ്പെടുന്ന പേരെന്താണ്? അത് കലിശില എന്നാണ് അറിയപ്പെടുന്നത്. ഈ കലിശില എന്താ പ്രത്യേകത എന്നുള്ളത് മറ്റൊന്നുമല്ല, ഈ കലിശില എന്ന് പറഞ്ഞ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ഈ കല്ലിങ്ങനെ ഈ താനെ വളരുന്നുണ്ടെന്നാണ് സങ്കല്പം. ഇതൊക്കെ ഒരു വിശ്വാസമാണ് കേട്ടോ. കാരണം നമ്മൾ ഈ സയന്റിഫിക് ആയിട്ട് നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ഈ ടോപ്പിക്കിനകത്ത്, അതായത് നമ്മൾ ഈ സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? സയന്റിഫിക്കലി, അതായത് പലരും സയന്റിഫിക്കലി ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ കൂടുതലായിട്ട് നമ്മളൊരു ദേവസ്വം ബോർഡിന് എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഒരു വിശ്വാസി എന്ന നിലയിലാണ് നമ്മൾ ഇത് പഠിക്കേണ്ടത്, അല്ലാതെ ഒരു സയന്റിഫിക്കലി നോക്കരുത്. അപ്പോൾ ഇതെല്ലാം വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈ കല്ല്, അത് കലിശില എന്ന ഈ കല്ല് വളർന്നുകൊണ്ടിരിക്കുന്നുവെന്നും ഈ ഗോപുരം, അതായത് ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഗോപുരം, അതായത് ഗോപുരം എന്ന് അറിയാലോ, ഒരു ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന്റെ ഉയരം, അതായത് ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന്റെ ഉയരം എന്നെത്തുന്നോ അന്ന് ലോകാവസാനം ഉണ്ടാവും
ഉണ്ടാവുന്നതാണ് വിഷയം. അതായത് ഈ കലിശില ഓരോ ദിവസം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കലിശില വളർന്ന് ഇത് ഗോപുരത്തിന്റെ ഉയരം, ആ ക്ഷേത്രത്തിൽ, അത് വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന്റെ ഉയരം എന്ന് എത്തുന്നോ അന്ന് ലോകാവസാനം ആണെന്നാണ് ഒരു വിശ്വാസമുള്ളത് കേട്ടോ. അതാണ് ഈ കലിശിലയുടെ പ്രത്യേകത. അപ്പൊ അങ്ങനെ വരാൻ വിശ്വാസം ഉണ്ടാക്കാൻ കാര്യമായ ശില ഏതാണെന്ന് ചിലപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ കലിശിലയെ പറ്റി ചോദിക്കാനുള്ള സാധ്യത ഇപ്പൊ മനസ്സിലായി. അത് ഇമ്പോർട്ടന്റ് എന്താണ് മനസ്സിലായില്ലേ? കർക്കിടക മാസത്തിൽ ആനകളെ ഊട്ടുന്ന ഒരു ചടങ്ങുണ്ട്. അതെന്താ അറിയപ്പെടുന്നത്? ആനയൂട്ട്. പ്രശസ്തമാണ്, നമുക്ക് ഇഷ്ടം ടിവിയിലും ചാനലുകളിലും ഒക്കെ ന്യൂസിലൊക്കെ പറയുന്നത് കാണിക്കാറുണ്ടല്ലോ നമ്മൾ ഈ ആനയൂട്ട് എന്ന് പറഞ്ഞ ചടങ്ങ്. അത് കർക്കിടക മാസത്തിലാണ് ട്ടോ നടക്കുന്നത്. അത് കർക്കിടക മാസത്തിലാണ് നടക്കുന്നത്. അത് നടക്കുന്നത് എവിടെയാണ്? അത് ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നടക്കുന്നത്. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഗണപതി പ്രതിഷ്ഠ, ഗണപതി പ്രീതിപ്പെടുത്താനായിട്ട് നടത്തുന്നതാണ് ഈ ആനയൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ ഗണപതി പ്രീതിപ്പെടുത്താനാണ് ആനയൂട്ട് നടത്തുന്നത്. അപ്പൊ നമ്മളിപ്പോ നോക്കിയതാണ് വടക്കുന്നാഥ ക്ഷേത്രത്തെ പറ്റി നോക്കിയത്. തൃശ്ശൂർ നഗരത്തിന് ഹൃദയഭാഗത്ത് ചെയ്യുന്ന ഒരു പുരാതന ശിവക്ഷേത്രമാണ് വടക്കുന്നാഥ ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രമാണ് കേട്ടോ. ഇനി അത് പ്രധാനപ്പെട്ട എന്താണ് നോക്കേണ്ടത്? കേരളത്തിലെ ഏറ്റവും വലിയ കൂത്തമ്പലമുള്ള ക്ഷേത്രമാണ് തെക്കൻ കൈലാസം എന്നും ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം. അത് മറ്ററിയപ്പെടുന്ന കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് ചോദ്യം PSC അടക്കം വന്നിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഇത്. തെക്കൻ കൈലാസം അല്ലെങ്കിൽ ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം. ഇനി ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ശങ്കരാചാര്യർ ഉപദേവതയായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ വടക്കുന്നാഥ ക്ഷേത്രം. പിന്നെ തൃശ്ശൂർ പൂരം നടക്കുന്ന ക്ഷേത്ര മൈതാനം എന്ന് അറിയപ്പെടുന്ന വടക്കുന്നാഥ ക്ഷേത്ര മൈതാനമാണ് കേട്ടോ. പിന്നെന്താണ്, നമ്മൾ വിഷ്ണു ശിവനെ ചേർന്ന സങ്കല്പം ഏതാണ്? ശങ്കരനാരായണ സങ്കല്പമാണ്. ഈ ശങ്കരനാരായണ സങ്കല്പമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീകോവിൽ, പ്രതിഷ്ഠാ ശ്രീകോവിൽ എന്നറിയപ്പെടുന്നതും. ഈ ക്ഷേത്രത്തിലെ എല്ലാ സ്വത്തുക്കളുടെ ഉടമസ്ഥൻ ശങ്കരനാരായണൻ ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി പരശുരാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന് ചുറ്റും ഒരു മതിലുണ്ട്, കൂറ്റ മതിലുണ്ട്. അതിനെ ആനപ്പള്ള മതിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി കിഴക്കൻ ഗോപുരത്തിന് സമീപം ഒരു ചെറിയ കല്ലാണ്. ഈ കല്ലിന്റെ പേരെന്താണ്? അത് കലിശിലയാണ് ട്ടോ. ഈ കലിശില വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇത് ഗോപുരത്തിന്റെ ഉയരത്തിൽ എന്നെത്തുന്നോ അന്ന് ലോകാവസാനമാണെന്നും ഒരു വിശ്വാസമുണ്ട്. പിന്നെ കർക്കിടക മാസത്തിൽ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ചടങ്ങാണ് ആനയൂട്ട് എന്ന് പറയുന്നത്. ആനകൾക്ക് ഭക്ഷണം നൽകുന്ന ഒരു ചടങ്ങാണ്. അത് ഇമ്പോർട്ടന്റ് ആയി വളരെ പ്രശസ്തമായ ഒരു ചടങ്ങാണ് ട്ടോ ഇത്. ഇത് ഗണപതിയെ പ്രീതിപ്പെടുത്താൻ നടത്തുന്ന ചടങ്ങാണ്. ഇപ്പൊ മെയിൻ ആയിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്, അതായത് സ്പെഷ്യൽ ടോപ്പിക് എന്നതിൽ ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഓരോ ക്ഷേത്രത്തെ പറ്റി പറയാനുണ്ടാവും. ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഇനിയും കുറെ കാര്യങ്ങൾ, പക്ഷേ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ക്യാപ്സ്യൂൾ രൂപത്തിൽ കുറച്ച് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. കാരണം നമുക്കെല്ലാം ഒരു ക്ഷേത്രത്തെ പറ്റി A to Z അങ്ങനെ പഠിച്ചിരിക്കാൻ പറ്റൂല. അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് വടക്കുന്നാഥ ക്ഷേത്രത്തെ പറ്റി നോക്കുന്നത്. ഇനി നമ്മൾ നോക്കുക വൈക്കം മഹാദേവ ക്ഷേത്രത്തെ പറ്റിയാണ്. വൈക്കം മഹാദേവൻ കേരളത്തിലെ 108 ശിവക്ഷേത്രം, മുമ്പ് പറഞ്ഞത് 108 ശിവക്ഷേത്രങ്ങളാണ് കേരളത്തിലുള്ളത്. അതിൽ ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ക്ഷേത്രമാണ് മഹാദേവ ക്ഷേത്രം. ഒന്ന് വടക്കുന്നാഥ ക്ഷേത്രമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, മറ്റൊരു അതുപോലത്തെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെ ശിവനാണ്. ഇവിടുത്തെ ശിവന്റെ പ്രത്യേകത സ്വയംഭൂ ആയിട്ട് ആണെന്ന് വിശ്വസിക്കുന്നു. സ്വയംഭൂ സ്വയംഭൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ സ്വയംഭൂ വിഗ്രഹം അല്ലെ സ്വയംഭൂ ലിംഗം എന്നൊക്കെ പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ മതി. അതായത് സ്വയം ഭൂമിയിൽ പൊങ്ങിയത്, അതായത് ആരും നിർമ്മിച്ചതോ അല്ലെങ്കിൽ കൊത്തുപണി ചെയ്തതോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രതിഷ്ഠിച്ചതോ അല്ല. മറിച്ച് കുറച്ച് ജനങ്ങൾക്കിടയിൽ നമ്മൾ ഈ ചിലരൊക്കെ തമാശയായിട്ട് പറയില്ലേ, ഉഴുതുമറിച്ചപ്പോൾ സ്ഥലം ഉഴുതുമറിച്ചപ്പം ശില പൊങ്ങി വന്നു എന്നൊക്കെ. അത് ചിലരിങ്ങനെ തമാശയായിട്ടൊക്കെ ഇപ്പൊ വിശ്വാസമുള്ളവരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ക്ഷേത്രങ്ങൾ അങ്ങനെ ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ശില അല്ലെങ്കിൽ ഒരു വിഗ്രഹം ഭൂമിക്കടിയിൽ നിന്ന് പൊങ്ങി വന്നിട്ട് ആ ശിലയെ പ്രതിഷ്ഠിച്ച് ഇതാക്കും, പൂജിക്കുന്ന സ്ഥലങ്ങള്. അല്ലെങ്കിൽ ആ ശില പൊങ്ങി വന്നിട ഒരു ഇതായിട്ട് തന്നെ ഒരു ക്ഷേത്രമായിട്ട് തന്നെ നമ്മൾ വിശ്വസിക്കുന്ന സ്ഥലം. അങ്ങനെ സ്വയം പൊങ്ങി വരുന്നതാണ്, അങ്ങനെ പൊങ്ങി വരുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ഇതാണ് വിഗ്രഹ രൂപങ്ങളാണ് സ്വയംഭൂ എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ ശിവൻ ഇവിടെ സ്വയംഭൂവായിട്ട് വന്നതാണ്. അങ്ങനെ വന്ന ഒരു ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അടുത്ത ശിവലിംഗത്തിന്റെ പ്രത്യേകത എന്താണ്? അത് സ്വയംഭൂ ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ അന്നദാനം വളരെ പ്രസിദ്ധമാണ്. അവിടെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടെന്ന വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുന്ന അന്നദാനമാണ്. അത് വളരെ പ്രസിദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ വൈക്കത്തപ്പൻ അല്ലെങ്കിൽ മഹാദേവനെ വൈക്കത്തെ മഹാദേവൻ അല്ലെങ്കിൽ വൈക്കത്തപ്പൻ എന്നാണ് മഹാദേവൻ അറിയപ്പെടുന്നത്. അവിടെ അദ്ദേഹത്തിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അന്നദാന പ്രഭു എന്ന് വിളിക്കുന്നുണ്ട്. വൈക്കത്തപ്പൻ എന്താണ് വിളിക്കുന്നത്? അന്നദാന പ്രഭു എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ അന്നദാന പ്രഭു എന്ന് അറിയപ്പെടുന്ന ദേവൻ ഏതാണെന്ന് വെച്ചാൽ വൈക്കത്തപ്പനാണ്, അല്ലെങ്കിൽ മഹാദേവൻ, അല്ലെങ്കിൽ ശിവനാണ്. ഇനി ഇവിടെ മെയിൻ പ്രതിഷ്ഠ ആരാണ്? അതായത് പ്രധാനപ്പെട്ട പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ് കേട്ടോ. ഈ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ എന്ന് അറിയപ്പെടുന്ന ശിവനാണ്. ഇത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് പ്രതിഷ്ഠയുള്ളത് കേട്ടോ. കിഴക്കോട്ടാണ്. ഈ വിഗ്രഹത്തിന് ഓരോ ദിക്കുകൾ അനുസരിച്ചാണ് ദർശനം വരുന്നത്. അതറിയാലോ. ഈ ദർശനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിക്കിലേക്ക് ചരിച്ച് ഇതായിട്ടായിരിക്കും പ്രതിഷ്ഠിച്ചിട്ടുണ്ടാകുന്നത്. നോട്ടം എത്തുന്ന രീതിയിലായിരിക്കും പ്രതിഷ്ഠിച്ചിട്ടുണ്ടാകുന്നത്. അതിനാണ് ഈ ദർശനം എന്ന് അറിയപ്പെടുന്നത്. അപ്പം ഈ ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കിഴക്കോട്ടാണ്. അതായത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വൈക്കത്തപ്പനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അത്
കിഴക്കോട്ട് ദർശനം എന്നുള്ള രീതിയാണ് പ്രതിഷ്ഠിക്കുന്നത്. കിഴക്കോട്ട് ദർശനമുള്ള രീതിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ തന്നെ ഞാൻ പറഞ്ഞ ഓരോ ക്ഷേത്രത്തിലും ഉപദേവതകളുണ്ടെന്ന്. അപ്പം ഇവിടെയുള്ള ഉപദേവതകൾ ആരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗണപതി, ദുർഗാദേവി, അയ്യപ്പൻ, നാഗദേവതകൾ, സുബ്രഹ്മണ്യൻ, ഇവരൊക്കെയാണ് ഇവിടുത്തെ ഉപദേവതകൾ, വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ഉപദേവതകൾ. പരശുരാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ട് അവിടെ പ്രതിഷ്ഠിച്ചതല്ല, മറിച്ച് ഈ ക്ഷേത്രം നിർമ്മിച്ചു പരശുരാമനാണ് ഈ വൈക്കം മഹാദേവ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പം വടക്കുംനാഥ ക്ഷേത്രം നിർമ്മിച്ചത് പരശുരാമനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വൈക്കം മഹാദേവ ക്ഷേത്രം നിർമ്മിച്ചത് പരശുരാമനാണെന്നാണ് അറിയപ്പെടുന്നത്. ഇനി പ്രധാന വഴിപാടുകൾ ഈ ക്ഷേത്രത്തിൽ പ്രധാനമാണ്. ഒന്ന് അത്താഴ പൂജ, പിന്നെ ധാര, സഹസ്ര കലശം, അന്നദാനം. ഇതാണ് ഇവിടുത്തെ പ്രധാന വഴികൾ. എന്തൊക്കെയാണ്? അത്താഴ പൂജ, ധാര, സഹസ്രം, അന്നദാനം. അതിൽ അന്നദാനം നമ്മൾ പറഞ്ഞല്ലോ, മുമ്പ് അന്നദാനം ഞാൻ അവിടെ പറഞ്ഞാണല്ലോ. അന്നദാനം അവിടെ വളരെ പ്രസിദ്ധമാണ്. അതുകൊണ്ടാണ് ഇത് വൈക്കത്തപ്പൻ അന്നദാന പ്രഭു എന്നറിയപ്പെടുന്നത്. അപ്പം ആ പ്രധാന വഴിപാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്നദാനം തന്നെയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ഏതാണ്? അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് വൃശ്ചിക മാസത്തിലെ വൈക്കത്തഷ്ടമി എന്ന് അറിയപ്പെടുന്ന കേട്ടോ. വൈക്കത്തഷ്ടമി എന്ന് കേട്ടിട്ടില്ലേ? അതാണ് വൃശ്ചിക മാസത്തിൽ നടക്കുന്ന ഈ വൃശ്ചിക മാസത്തിലാട്ടോ വൈക്കത്തഷ്ടമി നടക്കുന്നത്. അതും കൂടെ ഓർത്ത് വെച്ചോ. കാരണം വൈക്കത്തഷ്ടമി നടക്കുന്ന മാസം ഏതാണെന്ന് ചോദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മലയാള മാസം ഏതാണെന്ന് ചോദിക്കാനുള്ള ചോദ്യം വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് ദേവസ്വം ബോർഡ്. കാരണം ദേവസ്വം ബോർഡ് എന്തൊക്കെ ചോദിക്കാൻ പറ്റും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു പ്രോപ്പർ സിലബസ് ആയിട്ട് ദേവസ്വം ബോർഡ് അങ്ങനെ ഇറക്കിയിട്ടില്ലല്ലോ. നമ്മൾ ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ക്ഷേത്രങ്ങൾ കാര്യങ്ങൾ എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കൂടുതലും. പിന്നെ ഓരോ കാര്യങ്ങളും എടുത്തു പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് എങ്ങനെ വേണമെങ്കിലും അവർക്ക് ചോദ്യം വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ പഠിച്ചിരിക്കണം. ഇത് 12, അതായത് ഈ വൈക്കത്തഷ്ടമി എത്ര ദിവസം? 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമായിട്ട് ഈ വൈക്കത്തഷ്ടമി. ഈ വൈക്കത്തഷ്ടമിയുടെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങുണ്ട്. അത് അടുത്ത ക്ഷേത്രം പഠിയുമായ വേറൊരു ക്ഷേത്രം, ഇപ്പൊ വരാൻ പോകുന്നൊരു അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് ഈ വൈക്കത്തഷ്ടമി എന്ന് പറയുന്നത്. അതുമായി ആ ക്ഷേത്രമായിട്ട്, അതായത് ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെയുമായി ബന്ധപ്പെട്ട ഒരു വൈക്കത്തഷ്ടമിക്ക് ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. അതെന്താന്നുള്ളത് നമ്മൾ അതിന്റെ ഐതിഹ്യം എന്താന്നുള്ളതും നമ്മൾ അടുത്ത് പറയുന്നതാണ്. പിന്നെ ഈ എല്ലാ വർഷവും മീനമാസത്തിൽ നടക്കുന്ന പടയണി മറ്റൊരു ചടങ്ങ് കേട്ടോ. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ് പടയണി എന്ന് പറയുന്നത്. പടയണി എന്ന് പറയുന്ന ഒരു കലാരൂപമില്ല, അത് നടത്തുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കേട്ടോ. ഇനി ഇതിനേക്കാളൊക്കെ ഈ വൈക്കം ക്ഷേത്രം പ്രശസ്തമായിരിക്കുന്നത് നമുക്ക് PSC-യിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ ചരിത്രപരമായിട്ട്, ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഒരു വിശ്വാസത്തിന് ബാക്കിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഒരു ചരിത്രപരമായിട്ട് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ലെവലിൽ കേരളത്തിന്റെ ഈ നവോത്ഥാനത്തിന്റെ ഇതിൽ എങ്ങനെയാണ് ഈ വൈക്കം ക്ഷേത്രം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത്, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പഠിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയുന്നുണ്ടാവും. 1924 നടന്ന വൈക്കം സത്യാഗ്രഹം. അത് ഈ ക്ഷേത്രവുമായി വൈക്കം മഹാദേവ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, അതിന്റെ സമീപത്തുകൂടി ആൾക്കാർക്ക് നടക്കാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ്, സ്വാതന്ത്ര്യം നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നല്ലോ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. 1924 നടന്ന വൈക്കം സത്യാഗ്രഹം. അപ്പൊ അതും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് നടന്നത്. അപ്പം വൈക്കം സത്യാഗ്രഹത്തെ പറ്റി നമ്മൾ കൂടുതലായിട്ട് നല്ല വിശദമായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. അത് ഇപ്പം PSC എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡിന്റെ ഈ എക്സാമിന് വേണ്ടി തന്നെ ഇത് വൈക്കം സത്യാഗ്രഹം നല്ല വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മളത് ടോപ്പിക്കായിട്ട് തന്നെ ഇടുന്നതാണ്. ഇപ്പം ഇത്ര അറിഞ്ഞിരിക്കും. 1924 നടന്ന വൈക്കം സത്യാഗ്രഹം ഈ വൈക്കം മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് നടന്നത്. ഇതിന്റെ സമീപത്ത് നടന്നൊരു പ്രധാനപ്പെട്ട ഒരു പ്രധാന സംഭവമാണ് കേട്ടോ ഈ വൈക്കം സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. ഇപ്പൊ വൈക്കം ക്ഷേത്രത്തെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞത്? 108 ശിവക്ഷേത്രങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണിത്. ഇവിടുത്തെ ഇവിടെ ശിവലിംഗത്തിന്റെ പ്രത്യേകത എന്താണ്? അത് സ്വയംഭൂ ആണെന്ന്. ഇവിടുത്തെ ശിവലിംഗത്തിന്റെ പ്രത്യേകതയാണ് അത് ഇവിടെ സ്വയംഭൂവായിട്ടാണ് വന്നിട്ടുള്ളതാണ് വിശ്വസിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പ്രധാന വഴിപാടായ അന്നദാനം വളരെ പ്രസിദ്ധമാണ് കേട്ടോ. അതുകൊണ്ട് എന്താണ് അറിയപ്പെടുന്നത്? വൈക്കത്തപ്പൻ എന്താ അറിയപ്പെടുന്നത്? അന്നദാന പ്രഭു എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ്. അത് കിഴക്കോട്ട് ദർശനമുള്ള പ്രതിഷ്ഠയാണ് കേട്ടോ. കിഴക്കോട്ട് ദർശനമുള്ള പ്രതിഷ്ഠയാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ശിവൻ എന്നറിയപ്പെടുന്നത്. ഇനി ഇവിടുത്തെ ഉപദേവതകളാണ് ഗണപതി, ദുർഗ, അയ്യപ്പൻ, നാഗദേവതകൾ, സുബ്രഹ്മണ്യൻ. ഇത്രയും പേരാണ് ഇവിടുത്തെ ഉപദേവതകൾ. ഇതും പരശുരാമൻ നിർമ്മിച്ചൊരു ക്ഷേത്രമാണെന്നാണ് വിശ്വാസം. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങ് പറഞ്ഞില്ല അന്നദാനമാണ്. അത് കൂടാതെ വേറെ ചടങ്ങുകളാണ് അത്താഴ പൂജ, ധാര, സഹസ്ര കലശം. ഇനി ഇവിടെ നടത്തപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് വൈക്കത്തഷ്ടമി എന്നറിയപ്പെടുന്നത്. അത് വൃശ്ചിക മാസത്തിൽ നടക്കുന്ന 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് വൈക്കത്തഷ്ടമി എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ പടയണി എന്ന് പറയുന്നത്. മീനമാസത്തിൽ നടക്കുന്ന പടയണി, അതാണ് നോക്കേണ്ടത്. മീനമാസത്തിൽ നടക്കുന്ന പടയണിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങ്. പിന്നെ 1924 നടന്ന വൈക്കം സത്യാഗ്രഹവും വൈക്കം ശിവക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്ത നമ്മൾ നോക്കുക ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രം. ഇപ്പൊ ഈ ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രം ഇപ്പൊ തന്നെ ഈ വൈക്കം ക്ഷേത്രമായിട്ട് തന്നെ ശേഷം പറയാൻ കാരണം വെച്ചാൽ വൈക്കം ക്ഷേത്രമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ് ഈ ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. ആ ബന്ധം എന്ന് പറയുന്നത് വൈക്കം മഹാദേശത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്റർ വടക്ക് മാറി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. അത് ഈ ജിയോളജിക്കലി ആണ് 2 കിലോമീറ്റർ അകലെ വടക്ക് മാറി സ്ഥിതി ചെയ്യുന്നുള്ള, അതാണ് അങ്ങനെ ഒരു ബന്ധം. ഇനി ജിയോളജിക്കൽ അല്ലാത്തൊരു ബന്ധം, അതായത് നമ്മൾ പുരാണമായിട്ട് ബന്ധപ്പെട്ട ഒരു ബന്ധം പറയുകയാണെങ്കിൽ ഈ വൈക്കത്തപ്പൻ എന്ന് പറയുന്ന ആരാണ്? മഹാദേവനാണ്. ആ മഹാദേവന്റെ പുത്രനായ സുബ്രഹ്മണ്യനാണ് ഇവിടെ പ്രതിഷ്ഠ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ വൈക്കത്തപ്പന്റെ പുത്രനാണ് ഇവിടെ പ്രതിഷ്ഠ എന്ന രീതിയിലാണ് ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രം കൂടുതൽ പ്രശസ്തമായിട്ടുള്ളത്.
അതുകൊണ്ടാണ് മഹാദേവ ക്ഷേത്രം അല്ലെങ്കിൽ വൈക്കത്തപ്പനുമായിട്ടുള്ള ഈ ഉദയനാപുര സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളുടെ ബന്ധം എന്നറിയപ്പെടുന്നത് ഇതാണ് കേട്ടോ. അതായത് വൈക്കത്തപ്പന്റെ പുത്രനായിട്ടുള്ള സുബ്രഹ്മണ്യനാണ് ഈ ഉദയനാപുര സുബ്രഹ്മണ്യ ക്ഷേത്രത്തില് പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഇനി വൈക്കുമായി വളരെ അടുത്ത ബന്ധമുണ്ടല്ലോ, അത് ബന്ധം എന്ന് ഇപ്പം പറഞ്ഞല്ലോ. ഇനി വൈക്കത്തെ കീഴ്ശാന്തി, ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ വൈക്കത്തെ കീഴ്ശാന്തി ഉണ്ടല്ലോ, ആ കീഴ്ശാന്തിയാണ് എന്ത് ഉദയനാപുര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ മേൽശാന്തി എന്നറിയപ്പെടുന്നത്. അതാണ് വൈക്കമായിട്ട് ഭയങ്കര ക്ഷേത്രമായിട്ട് ഉദയനാപുര സുബ്രഹ്മണ്യ ക്ഷേത്രം ഭയങ്കര ലിങ്ക്ഡ് ആയിട്ട് കിടക്കുന്നത്, ഭയങ്കര ബന്ധമായിട്ട് കിടക്കുന്നതാണ്. അപ്പം വൈക്കം കീഴ്ശാന്തി ഇവിടുത്തെ എന്താണ് ഉദയനാപുര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് കേട്ടോ. വൈക്കത്ത് കീഴ്ശാന്തി ആണെങ്കിൽ ഉദയനാപുരത്ത് മേൽശാന്തിയാണ്. ഇനി ഉദര സംബന്ധം, അതായത് ഈ വയറ്റിലെ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, വയറ്റിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ, അതായത് വയറുവേദന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വയറ്റിലെ പ്രശ്നങ്ങൾക്കൊക്കെ ഇവിടെ ഒരു വഴിപാട് നടത്താറുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ പോകാനായിട്ട്. ഈ വയറ്റിൽ അല്ലെങ്കിൽ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ പോകാനായിട്ട്, ഉദര സംബന്ധമായ പറഞ്ഞാൽ വയറ്റിലെ പ്രശ്നങ്ങൾ പോകാനായിട്ട്, എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ ഈ വയറുവേദന, മാറാത്ത വയറുവേദന പോലത്തെ പ്രശ്നങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഇവിടെ ഒരു വഴിപാടുണ്ട്. അതാണ് വഴുതന നേദ്യം എന്ന് പറയും. വഴുതന നേദ്യമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉദര സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഇതാണ്. അത് ഈ ഉദയനാപുര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. ഇനി ഈ ഒരു ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തെ പറ്റി ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. ഐതിഹ്യമല്ല, ഒരു കഥ പറയുന്നു. ഐതിഹ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു കഥ പറയുന്നുണ്ട്. അപ്പം മറ്റൊന്നുമല്ല, ഈ ഐതിഹ്യം അനുസരിച്ച് ചേര രാജാവില്ലേ, ചേര രാജാവായിരുന്നു നെടുഞ്ചേര അളത്താൻ 2 ക്ഷേത്രങ്ങൾ ഒരേ സമയം പണിതു. അതായത് 2 ക്ഷേത്രങ്ങൾ, ഒന്ന് സുബ്രഹ്മണ്യ ദേവനെ പ്രതിഷ്ഠിക്കാനും മറ്റൊന്ന് ദുർഗാദേവി പ്രതിഷ്ഠിക്കാനും കേരളത്തിലെ 2 ക്ഷേത്രങ്ങൾ ഈ ചേര രാജാവ് പണിതു. ഈ ചേരരാജാവ് 2 ക്ഷേത്രം പണിത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയത്, ഈ സുബ്രഹ്മണ്യന് വേണ്ടി നിർമ്മിച്ച ക്ഷേത്രം ഉണ്ടല്ലോ, അത് അവിടെ ദുർഗാദേവി പോയി കുടിയിരുന്നു. എന്നിട്ട് ദുർഗാദേവി പറഞ്ഞു, ഇവിടെ ഇത് കുമാരനുള്ള ക്ഷേത്രമല്ല, ഇത് എനിക്കുള്ള ക്ഷേത്രമാണെന്ന് ദേവി പറഞ്ഞു. അതായത് കുമാരൻ അല്ല ഊര്, കുമാരനല്ല ഈ ഊരെന്നാണ് ദേവി അരുളി ചെയ്തത്, അല്ലെങ്കിൽ ദേവി പ്രഖ്യാപിച്ചത്. ഈ ഈ ക്ഷേത്രം, അതായത് ഈ ഇപ്പൊ ഈ സുബ്രഹ്മണ്യന് വേണ്ടി പണിത ക്ഷേത്രം സുബ്രഹ്മണ്യൻ അല്ലെങ്കിൽ കുമാരന് വേണ്ടി ഉള്ളതല്ല, അത് മറിച്ച് ദുർഗാദേവിക്ക് വേണമെന്ന് ദുർഗാദേവി അരുളി ചെയ്തു, അല്ലെങ്കിൽ പ്രഖ്യാപിച്ചു. അങ്ങനെ എന്താണ് പറഞ്ഞത്, കുമാരനല്ല ഈ ഊര്, അല്ലെങ്കിൽ കുമാരനല്ല ഊര് എന്ന് പറയും. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് എന്ത് പേര് വന്നത്, കുമാരനല്ലൂർ എന്ന പേര് വന്നു. അതായത് ദേവി ഈ സുബ്രഹ്മണ്യ ദേവന് വേണ്ടി നിർമ്മിച്ച ക്ഷേത്രത്തിൽ ദേവി കുടിയിരിക്കുകയും ആ ദേവി സുബ്രഹ്മണ്യൻ അല്ലെങ്കിൽ കുമാരനല്ല ഈ ഊരെന്ന് പറയുക, ഈ കുമാരനല്ല എന്ന ഊരെന്ന് പറയുന്നത് പിന്നീട് ആ സ്ഥലത്തിന്റെ പേരായി മാറി. അങ്ങനെയാണ് ഈ കുമാരനല്ലൂർ എന്ന് ഈ അറിയപ്പെടുന്നത്. അതായത് ഒരു ഐതിഹ്യം പറയുന്നതാണ്. അപ്പോഴോ അത് കഴിയുമ്പോൾ ഈ ദുർഗാദേവിക്ക് വേണ്ടി നിർമ്മിച്ച ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ എന്ത് ചെയ്തു, അപ്പൊ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ചു. എന്തായാലും സുബ്രഹ്മണ്യന് വേണ്ടി 2 ക്ഷേത്രങ്ങൾ പണിതു. സുബ്രഹ്മണ്യന് വേണ്ടി പണിത ക്ഷേത്രത്തിൽ ദുർഗാദേവി കുടിയിരുന്ന സ്ഥിതിക്ക് സുബ്രഹ്മണ്യനെ ഇവിടെ കുടിയിരുത്തി ദുർഗാദേവിക്ക് വേണ്ടി നിർമ്മിച്ച ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് ഉദയനാഗിപുരം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലത്തെ ഉദയനാപുരം എന്നായി മാറിയത് കേട്ടോ. അതായത് ദുർഗാദേവിക്ക് വേണ്ടി പണിത് കഴിപ്പിച്ച ക്ഷേത്രത്തിലാണ് സത്യത്തിൽ ഇപ്പൊ ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രം ആയിരുന്നു. അവിടെയാണ് ഇപ്പൊ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും ഇത് പറയപ്പെടുന്ന ഐതിഹ്യം. അതുകൊണ്ട് തന്നെ ഇവിടെ വേറെ ഒരു ചടങ്ങ് കൂടി നടത്താറുണ്ട്. എന്താന്ന് വെച്ചാല് ഈ ഐതിഹ്യത്തെ തുടർന്ന് ഉദയനാപുര ക്ഷേത്രത്തിൽ കുമാരനല്ലൂർ ഭഗവതിക്ക് വേണ്ടിയിട്ട് ഭഗവതി സേവ നടത്താറുണ്ട്. അതായത് ഭഗവതി സേവ ഇവിടുത്തെ കുമാരനല്ലൂർ ഭഗവതിക്ക് വേണ്ടി ഭഗവതി സേവ നടത്താറുണ്ട് ഇവിടെ ഉദയനാപുര ക്ഷേത്രത്തിൽ കേട്ടോ. ഉദയനാപുര ക്ഷേത്രത്തിൽ കുമാരനല്ലൂർ ഭഗവതിക്ക് വേണ്ടി ഭഗവത്സേവ നടത്തുന്നുണ്ട്. അതിന് കാരണം ഇപ്പം പറഞ്ഞ ഐതിഹ്യമാണ് അതിന് കാരണം. ഇനി മുമ്പ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഇത് വൈക്കത്തപ്പന്റെ പുത്രനാണ് സുബ്രഹ്മണ്യൻ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ. അപ്പൊ വൈക്കത്തപ്പന്റെ പുത്രനായതുകൊണ്ട് തന്നെ വൈക്കം ദർശനം പൂർണ്ണമാണ്. അത് വൈക്കം ശിവക്ഷേത്ര ദർശനം പൂർണ്ണമാകണമെങ്കിലോ ഉദയനാപുരം ദർശനം കൂടി നടത്തിയാലാണ് വൈക്കത്ത് ദർശനം പൂർത്തിയാവുക. കാരണം അച്ഛനായിട്ടുള്ള വൈക്കത്തപ്പനെ കണ്ടിട്ടുണ്ടെങ്കിൽ മകനായിട്ടുള്ള സുബ്രഹ്മണ്യ ദേവനെ കണ്ടിട്ടേ പോകാൻ പാടുള്ളൂ എന്നാണ് അവിടെ ഒരു വിശ്വാസം എന്നറിയപ്പെടുന്നത്. അതാണ് അങ്ങനെ നടത്തുന്നതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും ഐശ്വര്യം ഉണ്ടാവുന്നതെന്നാണ് ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, വൈക്കത്തഷ്ടമിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാന ഒരു ചടങ്ങുണ്ടെന്ന്. അത് വൈക്കത്തഷ്ടമിയുടെ പ്രധാന ചടങ്ങ് മറ്റൊന്നുമല്ല, അഷ്ടമി ഉത്സവ സമയത്ത് ആകർഷണങ്ങളൊന്നാണ് ഈ അച്ഛനെ കാണാൻ മകൻ വരുന്നു എന്ന് പറയുന്നത്. അതായത് വൈക്കത്തഷ്ടമി ദിവസം നടത്തുന്ന ഉദയനാപുരത്തിന്റെ വൈക്കത്തേക്കുള്ള എഴുന്നള്ളത്ത്. അതായത് ഉദയനാപുരത്ത് നിന്ന് വൈക്കത്തേക്ക് മകൻ അച്ഛനെ കാണാൻ, അതായത് മകനായിട്ടുള്ള സുബ്രഹ്മണ്യൻ വൈക്കത്തേക്ക് അച്ഛനെ കാണാൻ വരുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് ഈ വൈക്കത്തഷ്ടമിന്റെ സമയത്താണ്. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആകർഷകമായിട്ടുള്ള ഒരു ചടങ്ങാണ് കേട്ടോ. വൈക്കത്തഷ്ടമി ദിവസം നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. എന്താണത്, ഉദയനാപുരത്തപ്പൻ വൈക്കത്തേക്ക്, അതായത് വൈക്കം മഹാദേവനെ കാണാനായിട്ട്, അത് പിതാവായിട്ടുള്ള വൈക്കത്തപ്പനെ കാണാനായിട്ട് ഉദയനാപുരത്തപ്പൻ എഴുന്നള്ളി വരുന്നു എന്നാണ് സങ്കല്പം. അങ്ങനെ ഒരു ചടങ്ങ് അവിടെ നടത്താറുണ്ട്. ആ ചടങ്ങാണ് വൈക്കത്തഷ്ടമി ഉത്സവത്തിന്റെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളൊന്ന്. ഈ കൂടിച്ചേരലിന് പറയപ്പെടുന്നതാണ്
കൂടിപ്പൂജ എന്നറിയപ്പെടും. ഇതിനെ പറയുന്നത് കൂടിപ്പൂജ. കൂടിപ്പൂജ കേട്ടോ. ഇനി വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയാണ് കേട്ടോ. എന്നാൽ ഈ വൈക്കത്തഷ്ടമി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവമാണ്. അത് വൈക്കത്ത് മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവമാണ്. ആ ഉത്സവത്തിലേക്ക് ഉദയനാപുരത്ത് അപ്പൻ എഴുന്നള്ളുന്ന ചടങ്ങാണ് ഇവിടെ പറഞ്ഞത്. എന്നാൽ വൃശ്ചിക മാസത്തിൽ തൃക്കാർത്തികയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം. അത് ഉദയനാപുരത്തെ പ്രധാനപ്പെട്ട ഉത്സവം ഏതാണ്? വൃശ്ചിക മാസത്തിൽ തൃക്കാർത്തിക. അതാണ് ഉദയനാപുരത്തെ പ്രധാനപ്പെട്ട ഉത്സവം. ഇത് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ഇത് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക. അതാണ് ഉദയനാപുരത്തെ പ്രധാനപ്പെട്ട ഉത്സവം. ഇനി മകരമാസത്തിൽ തൈപ്പൂയം ഇവിടുത്തെ മറ്റൊരു ഉത്സവമാണ് കേട്ടോ. മകരമാസത്തിലെ തൈപ്പൂയം ഈ ദിവസങ്ങളിൽ എന്താണ് കാവടിയാട്ടം, കാവടി അഭിഷേകം എന്നിവ നടക്കുന്നത് എപ്പോഴാണ്? അത് മകരമാസത്തിലെ തൈപ്പൂയത്തിലാണ് കേട്ടോ. മകരമാസത്തിലെ തൈപ്പൂയത്തിലാണ് ഇവിടെ കാവടിയാട്ടവും കാവടി അഭിഷേകവും നടക്കുന്നുണ്ട്. ഈ തമിഴ്നാട്ടിലെ പഴനി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് തുല്യമായിട്ടാണ് കേരളത്തിലെ ഈ ക്ഷേത്രം കണക്കാക്കുന്നത്. തമിഴ്നാട്ടിലെ പഴനി മലയില്ലേ, പഴനിമലയിലെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പഴനിമലയിലെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് തുല്യമായിട്ടാണ് ഈ ക്ഷേത്രം കേരളത്തിൽ ഈ ക്ഷേത്രത്തെ കണക്കാക്കുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രം വൈക്കത്തപ്പന്റെ പുത്രനായിട്ടാണ് കണക്കാക്കുന്നത്. വൈക്കത്ത് മഹാദേവ ക്ഷേത്രത്തിന് 2 കിലോമീറ്റർ വടക്കായിട്ടാണുള്ളത്. വൈക്കത്തെ കീഴ്ശാന്തി ഇവിടുത്തെ മേൽശാന്തിയാണ്. ഉദയനാപുരത്തെ മേൽശാന്തിയാണ്. ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് നേരുന്ന വഴിപാടാണ് വഴുതന നിവേദ്യം. ഇനി ഇവിടെ പറയുന്ന ഐതിഹ്യം എന്തായിരുന്നു? ചേരരാജാവ് 2 ക്ഷേത്രങ്ങൾ പണികഴിപ്പിച്ചു. ആ 2 ക്ഷേത്രം സുബ്രഹ്മണ്യനും ദേവനും ഒന്നും ദുർഗാദേവിക്കും വേണ്ടിയായിരുന്നു. എന്നാൽ സുബ്രഹ്മണ്യ ദേവന് വേണ്ടി പണി കഴിപ്പിച്ച ക്ഷേത്രത്തിൽ ദുർഗാദേവി കുടിയിരിക്കുകയും കുമാരനല്ല ഈ ഊരെന്ന് പറയുകയും അങ്ങനെ ആ സ്ഥലത്തിന് കുമാരനല്ലൂർ എന്ന് പേര് വീഴുകയും ചെയ്തു. അപ്പൊ ദുർഗാദേവിക്ക് വേണ്ടി പണി കഴിപ്പിച്ച ക്ഷേത്രത്തിലേക്ക് സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കുകയും അങ്ങനെ ഉദയനാഗിരിപുരം എന്നത് ഉദയനാപുരം എന്നായി മാറുകയും ചെയ്തു. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഈ ഒരു ഐതിഹ്യ പ്രകാരം കുമാരനല്ലൂർ ഭഗവതിക്ക് വേണ്ടി ഇവിടെ ഒരു ഭഗവത് സേവ ഉദയനാപുരം ക്ഷേത്രത്തിൽ നടത്താറുണ്ട്. അതുപോലെ തന്നെ വൈക്കം ദർശനം പൂർത്തിയാവണമെങ്കിൽ ഉദയനാപുരം സുബ്രഹ്മണ്യം ക്ഷേത്രം കൂടെ സന്ദർശനം നടത്തിയാലേ അത് പൂർത്തിയാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം വൈക്കത്ത് അഷ്ടമിക്ക് അച്ഛനെ കാണാൻ മകൻ വരുന്ന ഒരു ചടങ്ങായിട്ട് അവിടെ ഒരു ഉദയനാപുരത്തപ്പൻ എഴുന്നള്ളുന്ന ഒരു ചടങ്ങ് നടത്താറുണ്ട്. ആ ചടങ്ങിന് കൂടിപ്പൂജ എന്ന് അറിയപ്പെടുന്നാറുണ്ട്. ഈ കൂടിപ്പൂജ എന്ന് അറിയപ്പെടുന്നത്. ഇനി വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയാണ് പ്രധാനപ്പെട്ട ഇവിടുത്തെ ഉത്സവം. ഇത് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് കേട്ടോ. ഇനി മകരമാസത്തിലെ തൈപ്പൂയം മറ്റൊരു പ്രധാനപ്പെട്ട ഉത്സവമാണ്. മകരമാസത്തിലെ തൈപ്പൂയം മറ്റൊരു പ്രധാനപ്പെട്ട ഉത്സവമാണ് ഇവിടുത്തെ. ഈ ദിവസം കാവടിയാട്ടം, കാവടി അഭിഷേകം എന്നിവ നടത്താറുണ്ട്. തമിഴ്നാട്ടിലെ പഴനിയിലെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തുല്യമാണ് ട്ടോ ഈ ക്ഷേത്രം. ഏതാണ്? തമിഴ്നാട്ടിലെ പഴനി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ അത് തുല്യമായിട്ടൊരു ക്ഷേത്രം ഈ ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രം. ഇനി അടുത്താണ് കുമാരനെല്ലൂർ ദേവി ക്ഷേത്രം. ഏതാണ്? കുമാരനെല്ലൂർ ദേവി ക്ഷേത്രം. കേരളത്തിലെ പ്രധാന ദുർഗാ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ കുമാരനെല്ലൂർ ദേവി ക്ഷേത്രം. കേരളത്തിലെ പ്രധാനപ്പെട്ട ദുർഗാ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. മുമ്പ് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ മറ്റേ ഇവിടെ ഒരു ഐതിഹ്യം പറഞ്ഞില്ലായിരുന്നു ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തെ പറ്റി പറഞ്ഞപ്പോൾ എന്താണ് സുബ്രഹ്മണ്യന് വേണ്ടി നിർമ്മിച്ച ക്ഷേത്രം ദുർഗാദേവി കുടികൊള്ളാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പം കുമാരനല്ല ഈ ഊരെന്ന് പറയുന്നത്. അങ്ങനെ കുമാരനെല്ലൂർ എന്ന് പേര് വന്നത് ആ കുമാരനെല്ലൂർ ദേവി ക്ഷേത്രത്തെ പറ്റിയാണ് ഈ പറയുന്നത്. അത് കേരളത്തിലെ പ്രധാനപ്പെട്ട ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇത് തിരുമാന്താംകുന്ന്, മാടായിക്കാവ്, കാടാമ്പുഴ എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് കോട്ടയത്തെ കുമാരനെല്ലൂർ ദേവീക്ഷേത്രം. ഇതൊക്കെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ദേവീക്ഷേത്രം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ദുർഗാദേവി ക്ഷേത്രങ്ങൾ. തിരുമാന്താംകുന്ന്, മാടായിക്കാവ്, കാടാമ്പുഴ എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട ദേവീക്ഷേത്രങ്ങൾ. അതിൽ കോട്ടയത്തെ കുമാരനെല്ലൂർ ഒരു പ്രധാന ദേവീക്ഷേത്രമാണ്. ഈ ക്ഷേത്രം ചെമ്പഴമംഗലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ്? ചെമ്പഴമംഗലം എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഏത്? കുമാരനെല്ലൂർ ദേവീക്ഷേത്രം. എന്താണ് അറിയപ്പെടുന്നത്? ചെമ്പഴമംഗലം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ചരിത്രവുമായി ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ട്. അതായത് മുമ്പ് നമ്മൾ പറഞ്ഞൊരു കഥ ഓർമ്മയില്ലേ? ആ കഥയാണ് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത്. ആ കഥ അതായത് മുമ്പ് പറഞ്ഞ ഈ ദേവി കുടിയിരിക്കുക, അതായത് സുബ്രഹ്മണ്യന് വേണ്ടി നിർമ്മിച്ച ക്ഷേത്രത്തിൽ ദേവി കുടിയിരിക്കാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞില്ലേ? ആ ഐതിഹ്യമാണ് ഇവിടെ പറയുന്നത്. അതായത് ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ചരിത്രമായി ഈ ക്ഷേത്രത്തിന് ബന്ധമുള്ളതെന്ന് പറയുന്നത്. ഈ ശങ്കരാചാര്യ നിർദ്ദേശിച്ച പൂജാവിധികളാണ് ഇവിടെ പിന്തുടരുന്നത്. ആര് നിർദ്ദേശിച്ച പൂജാവിധികൾ? ശങ്കരാചാര്യ നിർദ്ദേശിച്ച പൂജാവിധികളാണ് ഇവിടെ കുമാരനെല്ലൂര് ഇവിടെ പിന്തുടരുന്നത്. കുമാരനെല്ലൂർ ക്ഷേത്രത്തിൽ പിന്തുടരുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ആരാണ്? ദുർഗാദേവിയാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ദുർഗാദേവി തന്നെയാണ്. ഉപദേവതകളോ? ഗണപതി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, ഭഗവതി. മക്കൾ 3 പേര് എന്ന് പറഞ്ഞാൽ അതായത് ഗണപതി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, പിന്നെ കൂടെ ഭഗവതി. ഇത്രയും പേരാണ് ഇവിടുത്തെ ഉപദേവതകൾ എന്ന് പറയപ്പെടുന്നത്. ഇനി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ വൃത്താകൃതിയിലാണ് നിർമ്മിച്ചത്. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ശ്രീകോവിൽ എന്ന് പറയുന്നത് വൃത്താകൃതിയുള്ള ശ്രീകോവിലാണ്. വൃത്താകൃതിയിൽ കാണപ്പെടുന്ന ശ്രീകോവിലാണ് ക്ഷേത്രത്തിലേത്. ദേവി കിഴക്കോട്ട് ദർശനം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? കിഴക്കോട്ട് ദർശനം. ഈ ദർശനം എന്ന് പറയുന്നത് അങ്ങോട്ടാണ് ഒരു വിഗ്രഹത്തിന്റെ നോട്ടം ചെയ്യുന്നത്. അതാണ് ദർശനം. അത് കിഴക്കോട്ട് ദർശനം എന്ന് പറയുമ്പോൾ കിഴക്കോട്ട് അത് ദിക്കനുസരിച്ചാണ് ആ ദർശനം വരുന്നത്. അപ്പൊ ദേവിയുടെ ഈ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കുന്നത് അങ്ങോട്ടാണ് കിഴക്കോട്ട് ദർശനം എന്നുള്ള രീതിയിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇനി വൃശ്ചിക മാസത്തിലെ കാർത്തികയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം. ഏതാണ്? വൃശ്ചിക മാസത്തിലെ കാർത്തികയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം എന്നറിയപ്പെടുന്നത്.
ഈ ദിവസം ക്ഷേത്രത്തിലെ കാർത്തിക വിളക്ക് ആഘോഷിക്കാറുണ്ട്. ഈ ദിവസമാണ് എന്ത് ക്ഷേത്രത്തിൽ കാർത്തിക വിളക്ക് ആഘോഷിക്കുന്നത് കേട്ടോ. മകരമാസത്തിലെ പൂയ നാളിൽ 10 ദിവസം നിൽക്കുന്ന ഉത്സവം കൊണ്ടാടാറുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കുമാരനല്ലൂർ ദേവക്ഷേത്രം, അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട ദുർഗാക്ഷേത്രമാണ്. ഇനി മറ്റേതൊക്കെയാണ്? തിരുമാന്താംകുന്ന്, മടായിക്കാവ്, കാടാമ്പുഴ എന്നീ ദേവക്ഷേത്രങ്ങളുടെ ഒപ്പം പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കുമാരനല്ലൂർ ദേവക്ഷേത്രം. ഈ ക്ഷേത്രം ചെമ്പഴമംഗലം എന്ന പേരിലും അറിയപ്പെടുന്നത്. എന്താണ്? ചെമ്പഴമംഗലം എന്ന പേരിലും അറിയപ്പെടാറുള്ള ക്ഷേത്രമാണ് ഈ കുമാരനല്ലൂർ ദേവക്ഷേത്രം അറിയപ്പെടുന്നത്. ഉദയനാപുരം സുബ്രഹ്മണ്യൻ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം, ഞാൻ ചരിത്രം പറഞ്ഞല്ലോ, ആ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേത്രമാണ് ഈ കുമാരനല്ലൂർ ദേവക്ഷേത്രം. ശങ്കരാചാര്യരാണ് ഇവിടുത്തെ പൂജാതികൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ ഒരു നിർദ്ദേശിച്ച പൂജാവിധികളാണ് ഇപ്പോഴും ഇവിടെ പിന്തുടർന്നു വരുന്നത്. ഈ പ്രധാന പ്രതിഷ്ഠ എന്നറിയപ്പെടുന്നത് ദുർഗാദേവിയാണ്. ഉപദേവതകളായിരിക്കാണ് ഗണപതി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, ഭഗവതി. ഇനി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ എന്താകൃതിയാണ്? വൃത്താകൃതിയാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ദേവി ഇനിയുടെ ദർശനം കിഴക്കോട്ട് ദർശനമാണ് ദേവിക്കുള്ളത്. ഇനി വൃശ്ചിക മാസം കാർത്തിക പ്രധാനപ്പെട്ട ഉത്സവം. വൃശ്ചിക മാസത്തിലെ കാർത്തികയാണ് പ്രധാനപ്പെട്ട ഉത്സവം. ഈ ദിവസം ക്ഷേത്രത്തിലെ കാർത്തിക വിളക്ക് ആഘോഷിക്കാറുണ്ട്. ഈ മകരം മാസത്തിലെ പൂജയം നാളിൽ 10 ദിവസം നിൽക്കുന്ന ഉത്സവം കൊണ്ടാടാറുണ്ട്. ഇവിടെ മകരമാസത്തിലെ പൂയ നാളിൽ എത്രയാണ്? 10 ദിവസം നിൽക്കുന്ന ഉത്സവം കൊണ്ടാടാറുണ്ട്. നമുക്ക് അടുത്ത ക്ഷേത്രത്തെ പറ്റി നോക്കാം. അടുത്ത ഏതാണ്? നാവാമുകുന്ദ ക്ഷേത്രം. ഏതാണ്? നാവാമുകുന്ദ ക്ഷേത്രം. കേരളത്തിലെ പ്രധാന വിഷ്ണു ക്ഷേത്രങ്ങൾ ഒന്നാണ് ട്ടോ ഈ നാവാമുകുന്ദ ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. ഈ കേരളത്തിലെ 108 തിരുപ്പതികളിൽ ഒന്നാണ് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം. ഈ തിരുപ്പതികൾ എന്താണ്? 108 തിരുപ്പതികൾ എന്താന്നുള്ളത് ഇത് നമുക്ക് വഴിയെ പറഞ്ഞുതരാം. അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഇതാണ് 108 തിരുപ്പതികൾ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇതിന്റെ ടോപ്പിക് അനുസരിച്ച് നമ്മൾ അടുത്ത് പറഞ്ഞു തരുന്നതാണ്. ഇപ്പം ഇത്രയും പഠിച്ചു വെക്കുക. നാവാമുകുന്ദ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നത് 108 തിരുപ്പതികളിൽ ഒന്നാണ് ഈ നാവാമുകുന്ദ ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. കാരണം ഇപ്പൊ ഞാൻ ഈ 108 തിരുപ്പതികളെ പറ്റി കൂടുതലായിട്ട് പറഞ്ഞുതരാൻ നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും. ഈ ക്ഷേത്രം കൺഫ്യൂഷൻ, അതും ഈ 108 തിരുപ്പതികളെ പറ്റിയൊക്കെ പറയുമ്പോൾ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. കാരണം ഈ 108 തിരുപ്പതികളെ പറ്റി പറയുന്നത് ഒരുപാട് കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ഫാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സെപ്പറേറ്റ് പഠിക്കാം. ഇപ്പൊ നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? കേരളത്തിൽ 108 തിരുപ്പതികൾ ഒന്നാണ് ഏത്? തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം. ഈ നാവാമുകുന്ദ ആരാണത്? വിഷ്ണു ഭഗവാനാണ്. ഈ നാവാമുകുന്ദൻ എന്നറിയപ്പെടുന്ന ആരാണ്? വിഷ്ണു ഭഗവാനാണ്. അതായത് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ആരാണ്? വിഷ്ണു ഭഗവാനാണ്. നാവാമുകുന്ദ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാനാണ്. അവിടുത്തെ ഉപദേവതകളാണ് ഗണപതി, ദുർഗാദേവി. അവിടുത്തെ പ്രധാന ഗണപതി, ദുർഗാദേവി. ഇനി ഈ തീർത്ഥാടനം നോക്കണം കേട്ടോ. അതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നാണ്. ഈ തീർത്ഥാടനം എന്നത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉപദേവതകളായിരിക്കാണ് ഗണപതി, ദുർഗാദേവി. ഇനി വിഗ്രഹത്തിന് 10 കൈകളുണ്ട്. ഈ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടുത്തെ വിഗ്രഹത്തിന് 10 കൈകളുണ്ട്. ഓരോ കൈയിലും വ്യത്യസ്തമായ ആയുധങ്ങൾ കാണാം. എന്നാൽ ഭക്തർക്ക് കാണാൻ കഴിയുന്നതോ 4 കൈകൾ മാത്രം കേട്ടോ. ഈ ഇവിടുത്തെ വിഗ്രഹത്തിന്റെ പ്രത്യേകത എന്താണ്? 10 കൈകളുണ്ട്. ഇവിടുത്തെ വിഗ്രഹം 10 കൈകളുണ്ട്. ഓരോ കൈകളിലും വ്യത്യസ്ത ആയുധങ്ങളും കാണാം. അതായത് വിഷ്ണുവിന്റെ ഓരോ കൈകളിലും ഓരോ ആയുധങ്ങളാണ് ഉള്ളത്. അപ്പൊ ഇവിടുത്തെ വിഷ്ണുവിന്റെ വിഗ്രഹത്തിന്റെ പ്രത്യേകത 10 കൈകളുണ്ട്. പക്ഷെ ഓരോ കൈകൾ ഒരെണ്ണം. ഇതിനകത്ത് പ്രത്യേകത എന്താണ്? ഭക്തർക്ക് കാണാൻ കഴിയും 4 കൈകൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ. സാധാരണ ഭക്തർക്ക് എന്താ 4 കൈകളെ കാണാൻ കഴിയുള്ളൂ. ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഈ ക്ഷേത്രം പിതൃബലിക്ക് പ്രധാനപ്പെട്ടാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? പിതൃബലിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ഷേത്രമാണ് ഇത് നാവാമുകുന്ദ ക്ഷേത്രം എന്ന് പറയുന്നത്. പിതൃബലി എന്ന് പറയുന്നത് ബലിയിടുന്ന ചടങ്ങ് കേട്ടിട്ടില്ലേ? അതാണ് പിതൃബലി എന്ന് പറയുന്നത്. അതിന് പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് നാവാമുകുന്ദ ക്ഷേത്രം. ഇനി മാമാങ്കത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇനിയാണ് മാമാങ്കം. മാമാങ്കത്തെ പറ്റി കേട്ടിട്ടില്ലേ? ഈ മാമാങ്കവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? നാവാമുകുന്ദ ക്ഷേത്രമാണ്. മാമാങ്കവുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണ്. പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? നാവാമുകുന്ദ ക്ഷേത്രമാണ് കേട്ടോ. ഇനി ക്ഷേത്രത്തിന്റെ വിഷ്ണുവിനെ എങ്ങോട്ടാണ് പ്രതിഷ്ഠ? കിഴക്കോട്ടാണ്. മുമ്പ് പറഞ്ഞ ദർശനം എങ്ങോട്ടാണ്? മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു ദർശനം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലും ദർശനം എങ്ങോട്ടാണ്? കിഴക്കോട്ടാണ്. അതേ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കിഴക്കോട്ട് എന്നുള്ള രീതിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് വിഗ്രഹത്തിന്റെ മറ്റേ 10 കൈകളുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ആ കൈകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ വിഗ്രഹത്തിന് 10 കൈകളുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന എത്ര കൈകളാണ്? സാധാരണ ഭക്തർ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്കൊക്കെ കാണാൻ കഴിയുന്ന എത്രയാണ്? 4 കൈകളെ കാണാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള കൈകൾ ആർക്കൊക്കെ കാണാൻ പറ്റുന്നത്? ഋഷിമാർക്ക്, സന്യാസിമാർക്ക് മാത്രമേ കാണാൻ കഴിയുന്ന ഒരു വിശ്വാസമാണ് ഇത്. ഇതൊക്കെ ഒരു വിശ്വാസമാണ്. അപ്പം ഈ ബാക്കിയുള്ള കൈകൾ ആർക്കാണ്? ഋഷിമാർക്കും സന്യാസിമാർക്കും മാത്രമേ കാണാൻ കഴിയും എന്നാണ് വിശ്വാസം. ഇതിൽ വിഗ്രഹത്തിന് 10 കൈകളുണ്ട്. എന്നാൽ 4 കൈകളെ സാധാരണക്കാർക്ക് കാണാൻ പറ്റുള്ളൂ. സാധാരണ ഭക്തർക്ക് കാണാൻ പറ്റുള്ളൂ. ഋഷിമാർക്കും സന്യാസിമാർക്കും മാത്രമാണ് ബാക്കിയുള്ള കൈകൾ കാണാൻ പറ്റുക. ഇനി ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് മറ്റൊരു പ്രത്യേകത, ക്ഷേത്രത്തിൽ 11 വിഗ്രഹങ്ങൾ ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതായത് 11 വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു. ഓരോ വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ അത് ഭൂമിയിലേക്ക് ആഴ്ന്നാഴ്ന്ന് പോയിക്കൊണ്ടിരുന്നു. 10ാമത്തെ വിഗ്രഹം ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോയി കഴിഞ്ഞപ്പോൾ 11ാമത്തെ വിഗ്രഹം ഇതെടുത്തു. എന്ത് ചെയ്തു? പുറത്തു വന്നപ്പോൾ അത് ദർശിക്കാൻ കഴിയും. അതായത് ഇത് പല വിശ്വാസങ്ങളുണ്ട്. ചിലർ പറയുന്നത് ഇത് ഇവിടെ പ്രതിഷ്ഠിച്ചാണ്. 10 വിഗ്രഹം പ്രതിഷ്ഠിച്ചു. 10 വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ട് അത് ഭൂമിയിലേക്ക് താഴ്ന്നു പോവുകയാണ് ചെയ്തത്.
11ാമതൊരു വിഗ്രഹം പ്രതിഷ്ഠിച്ചപ്പോഴാണ് അത് അവിടെ എല്ലാവർക്കും കാണാൻ പറ്റിയെന്നാണ് പറയുന്നത്. മറ്റെന്ന് പറയുന്നത് 10 വിഗ്രഹങ്ങൾ, എല്ലാ വിഗ്രഹങ്ങളും അവിടെ പ്രതിഷ്ഠിക്കുന്ന എല്ലാ വിഗ്രഹങ്ങളും താഴേക്ക് പോയി. അതിൽ 11ാമത്തെ വിഗ്രഹം പിന്നീട് അവിടെ പൊങ്ങി വന്ന് നിലനിന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ പറയുന്നുണ്ട്. അതായത് എങ്ങനെയായാലും 11ാമത്തെ വിഗ്രഹമാണ് അവിടെ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത്. 11ാമത്തെ വിഗ്രഹമാണ് നമുക്കിപ്പോൾ ക്ഷേത്രത്തിൽ പോയാൽ കാണാൻ പറ്റുന്നതെന്നാണ് വിശ്വാസം. ബാക്കി 10 വിഗ്രഹങ്ങൾ ഭൂമിക്കടിയിലുണ്ടെന്നാണ് ആ വിഗ്രഹത്തിന്റെ താഴെ ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പക്ഷെ ഇതൊക്കെ ഒരു വിശ്വാസമാണ്. നമ്മൾ പറഞ്ഞില്ല, ഇത് വിശ്വാസത്തിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഇനി മകരമാസ ഉത്സവം എന്താണ്? പ്രധാനപ്പെട്ട ഉത്സവം, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം ഏതാണ്? മകരമാസത്തിലെ ഉത്സവമാണ്. ഉത്സവ സമയത്ത് എഴുന്നള്ളത്ത്, കാവടി അഭിഷേകം എന്നിവ നടത്താറുണ്ട്. ഉത്സവ സമയത്ത് എഴുന്നള്ളത്ത്, കാവടി അഭിഷേകം എന്നിവ നടത്താറുണ്ട്. ക്ഷേത്രത്തിന്റെ പ്രധാന ആചാരങ്ങൾ ഒന്നാണ് പിതൃബലിയുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ആചാരങ്ങൾ ഒന്നതാണ് പിതൃബലിയാണ് ട്ടോ. ബലിതർപ്പണം എന്ന് കേട്ടിട്ടില്ലേ? പിതൃബലി തർപ്പണം, അതായത് പിതൃക്കന്മാർക്ക് ഇത് അർപ്പിക്കുന്നത്. അതാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങുകളിലൊന്ന്. ഒന്നുകൂടെ ഇതിനെ നമുക്ക് റിവൈസ് ചെയ്യാം. കേരളത്തിലെ പ്രധാന വിഷ്ണുക്ഷേത്രങ്ങളിൽ ഒന്നാണ് നാവാമുകുന്ദ ക്ഷേത്രം. കേരളത്തിലെ 108 തിരുപ്പതികളിൽ ഒന്നാണ് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം. ഇനി നാവാമുകുന്ദ എന്ന ആരാണ്? വിഷ്ണു ഭഗവാൻ കേട്ടോ. നാവാമുകുന്ദ എന്നാണ് വിഷ്ണു ഭഗവാനാണ്. അതിനകത്ത് പറയാൻ വിട്ടൊരു കാര്യം എന്താ വെച്ചാൽ മറ്റൊന്നുമല്ല, ഈ നാവാമുകുന്ദ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും പറ്റില്ല. പക്ഷെ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുറെ പേർക്കെങ്കിലും കിട്ടും. കാരണം ഈ ബലിതർപ്പണത്തിന് എല്ലാവരും നാവാമുകുന്ദ ക്ഷേത്രം അല്ല, തിരുനാവായിൽ ബലിതർപ്പണത്തിന് പോയി അല്ലെങ്കിൽ പിതൃബലിക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പം തിരുനാവായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം എന്നാണ് ഇത് മൊത്തത്തിൽ അറിയപ്പെടുന്നത്. നാവാമുകുന്ദ ക്ഷേത്രം എന്ന് പറഞ്ഞാലും തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം എന്ന് പറയുമ്പോഴാണ് അത് എല്ലാവർക്കും അറിയപ്പെടാൻ സാധ്യത കൂടുതൽ. ഇനി ഉപദേവത എന്ന് അറിയപ്പെടുന്നത് ഗണപതിയും ദുർഗാദേവിയാണ്. ഇവിടുത്തെ വിഗ്രഹത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞില്ലേ, 10 കൈകളുണ്ട്. എന്നാൽ 10 കൈകളും ആയുധങ്ങൾ, വ്യത്യസ്ത ആയുധങ്ങളുണ്ട്. ഭക്തർക്ക് കാണാൻ കഴിയുന്ന 4 കൈകൾ മാത്രമാണ്. അത് അല്ലാത്ത കാണാൻ പറ്റുന്ന ആർക്ക്? ഋഷിമാർക്കും മുനിവര്യന്മാർക്കും ഒക്കെയാണ് ബാക്കിയുള്ള കൈകൾ. ബാക്കിയുള്ള 6 കൈകൾ അല്ലെങ്കിൽ 10 കൈകൾ മൊത്തം ഒരുമിച്ച് കാണാൻ പറ്റുന്നത് ഋഷിമാർക്കും മുനിവര്യന്മാർക്കും മാത്രമാണ്. ഇനി പുഴയുടെ തിരുത്തൽ ക്ഷേത്രം പിതൃബലിക്ക് വളരെ പ്രശസ്തമാണ്. മാമാങ്കമായി ബന്ധപ്പെട്ടിരിക്കുന്ന ക്ഷേത്രം ഏതാണ്? തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ എങ്ങോട്ടാണ്? കിഴക്കോട്ടാണ് കേട്ടോ. ഈ വിഗ്രഹത്തിന്റെ പ്രത്യേകത പറഞ്ഞില്ലേ, ഇപ്പൊ ഋഷിമാർക്ക് മാത്രമേ കാണാൻ പറ്റൂ. 10 കൈകളുണ്ട്. 4 കൈകൾ സാധാരണക്കാർക്കും ഋഷിമാർക്കും സന്യാസിമാർക്കും ബാക്കി കാണാൻ പറ്റും. ഇനി ക്ഷേത്രത്തിൽ 11ാമത്തെ വിഗ്രഹമാണ് ഇത്. കാരണം 10 വിഗ്രഹം ഭൂമിയിലേക്ക് താഴ്ന്നു പോയിട്ട് 11ാമത്തെ വിഗ്രഹമാണ് അവിടെ പ്രതിഷ്ഠിച്ചപ്പോഴാണ് അത് അവിടെ നിലനിൽക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇനി മകരമാസ ഉത്സവമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം. ഉത്സവ സമയത്ത് എഴുന്നള്ളത്ത്, കാവടി അഭിഷേകം എന്നിവ നടത്താറുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന ആചാരങ്ങൾ ഏതാണ്? പിതൃബലിയാണ്. ക്ഷേത്രത്തിലെ പ്രധാന ആചാരങ്ങളൊന്നും പിതൃബലിയാണ്. ഇനി അടുത്താണ് തിരുനെല്ലി ക്ഷേത്രം. ഇത് വയനാട്ടിൽ ജില്ലയിലെ മാനന്തവാടിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ദക്ഷിണ കാശി എന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ദക്ഷിണ ഗയ എന്നും അറിയപ്പെടുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം, മാനന്തവാടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വയനാട് ജില്ലയിലാണ്, മാനന്തവാടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ദക്ഷിണ കാശി എന്നും ദക്ഷിണ ഗയ എന്നും അറിയപ്പെടുന്നത്. എന്താണ്? ദക്ഷിണ കാശി എന്നും ദക്ഷിണ ഗയ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതൊക്കെ കാരണം എന്താണ്? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ബലിതർപ്പണമാണ് ട്ടോ. ഇവിടെ തിരുനെല്ലി ഏറ്റവും കൂടുതൽ പ്രശസ്തമായിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബലിതർപ്പണത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ തിരുനെല്ലി ക്ഷേത്രം ഭയങ്കര ലോകപ്രസിദ്ധമാണ്. സത്യം പറഞ്ഞാൽ ഈ ബലിതർപ്പണത്തിന് ലോകപ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് ഈ തിരുനെല്ലി ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നത്. മരിച്ചുപോയവരുടെ ആത്മശാന്തിക്കായി ബലിതർപ്പണം നടത്തുന്നതിന് ഈ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബലിതർപ്പണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള പാപനാശിനി എന്ന് പറയുന്ന നദിയാണ് കേട്ടോ. ഈ സമയത്ത് ഇതിനകത്തൊരു കല്ലുകൾ, അതായത് പാറകൾക്കിടയിലൂടെ, ഒരു വലിയ വലിയ കുത്തൊഴുക്കുള്ള നദിയല്ല, മറിച്ച് പാറകൾക്കിടയിലൂടെ ഒഴുകി വരുന്ന ഒരു വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല, ഒലിച്ചു വന്നാണ് ഇവിടെ ഒരു കല്ലുകൾ, പാറയ്ക്കിടയിൽ ഒരു നദി പോലെ, അല്ലെങ്കിൽ ഒരു ചെറിയ കുളം അല്ലെങ്കിൽ ഒരു ചെറിയ ഇത് വന്നിട്ട് അവിടുന്ന് പിന്നെയും ഈ വെള്ളം താഴേക്ക് പോവാണ്. ആ ഒരു ഭാഗത്തെയാണ് പാപനാശിനി, അതായത് ആ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് കുറച്ച്, ആ ഭാഗത്തെയാണ് പാപനാശിനി ആയിട്ട് പറയുന്നത്. പാപനാശിനി നദിയിൽ അവിടെയാണ് എല്ലാവരും ബലിതർപ്പണത്തിന് വേണ്ടി പോയി മുങ്ങി. ഈ പാപനാശിനിയെ മുങ്ങിയിട്ടുണ്ടെങ്കിൽ പാപങ്ങളെല്ലാം നശിക്കുമെന്നാണ് പറയുന്നത്. ഈ പാപനാശിനി മുങ്ങിയ ശേഷമാണ് അവിടെ ബലിതർപ്പണം നടത്തുകയും പിന്നീട് വന്ന് ബലിതർപ്പണ ശേഷം ഈ പാപനാശിനി മുങ്ങിയാണ് അവര് തിരിച്ചു കയറി വരുന്നത്. ഇപ്പൊ ഈ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ ഈ പാപനാശിനി ദർശിച്ച് അവിടെ പാപനാശിയിൽ മുങ്ങിയിട്ടാണ് കൂടുതൽ ഇവിടെ വരുന്നത്. ഇവിടെ വരുന്ന മുക്കാൽ ഭക്തരും എന്തിനു വേണ്ടി വരുന്നത്? ബലിതർപ്പണത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ മിക്ക ആൾക്കാരും വരുന്നത്. ബലിതർപ്പണത്തിന് ഏറ്റവും പ്രസിദ്ധമായ, കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രം തിരുനെല്ലി ക്ഷേത്രമാണ്. ഇനി പരമാത്മാവായ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രധാന, എന്താണ്? പരമാത്മാവായ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ക്ഷേത്രത്തിന് സമീപമുള്ള ഗുഹയിൽ പരമശിവന്റെ ജ്യോതിർലിംഗം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അത് ക്ഷേത്രത്തിനുള്ളിൽ, ഈ ക്ഷേത്രം സത്യം പറഞ്ഞ കാടിന്റെ ഒക്കെ അടുത്താണ്, കർണാടക ബോർഡർ കാടിന്റെ ഒക്കെ അടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ ക്ഷേത്രത്തിനകത്ത് കുറെ കല്ലിടുക്കുകളും പാർക്കെട്ടുകളും ഒക്കെ ആ ഭാഗത്തുണ്ട്. അവിടെ ഒരു ഭാഗത്ത് ഒരു ചെറിയ കല്ലുകളൊക്കെ കൂടി ചേർന്ന ഒരു ഗുഹ പോലെ ഉണ്ട്. ആ ഗുഹയ്ക്കുള്ളിൽ പരമശിവന്റെ ജ്യോതിർലിംഗം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്.
ഇനി ബ്രഹ്മഗിരി മലനിരകളിൽ ചുറ്റപ്പെട്ട ഈ ക്ഷേത്രം, ഈ ബ്രഹ്മഗിരി ഇതിന് ചുറ്റും നിറച്ച് മലകളാണ്, ഈ പാർക്കെട്ടുകൾ. ഈ മലകളിൽ നിന്നാണ് മറ്റേ പാപനാശിനി നദി ഉത്ഭവിച്ചു വരുന്നത്. ആ മലകളിൽ കൂടി ഒഴുകി വരുന്ന നദിയാണ് ഈ പാപനാശിനി എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്രഹ്മഗിരി മലനിരകളാൽ ചുറ്റപ്പെട്ടതായതുകൊണ്ട് ഈ ക്ഷേത്രം എന്താ പറയുന്നത്, സഖ്യമല ക്ഷേത്രം എന്നും അറിയപ്പെടുന്നുണ്ട്. എന്താണ് അറിയപ്പെടുന്നത്? സഖ്യമല ക്ഷേത്രം എന്നും അറിയപ്പെടാറുണ്ട്. ഇനി 9-ാം നൂറ്റാണ്ടിലെ ചേര രാജാക്കന്മാരായ ഭാസ്കരൻ രവിവർമ്മ ഒന്നാമൻ, രണ്ടാമൻ, അതായത് ഭാസ്കർ രവിവർമ്മ ഒന്നാമനും രണ്ടാമൻ എന്നിവരുടെ ചെമ്പ് ആലേഖനങ്ങൾ, അതായത് ഇവരുടെ ആ കാലഘട്ടത്തിലുള്ള ചെമ്പ് ആലേഖനങ്ങളില്ലേ, അതൊക്കെ ഇവിടുന്ന് ഈ ക്ഷേത്രത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ക്ഷേത്ര പരിസരത്ത് നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് കണ്ടു. അത് ഈ ക്ഷേത്ര ചരിത്ര പ്രാധാന്യം വ്യക്തമാക്കുന്നുണ്ട്. അതായത് അത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള ക്ഷേത്രമാണെന്നും ഇതിന് ഒരുപാട് ചരിത്ര പ്രാധാന്യം ഉണ്ടെന്നും മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിച്ചാണ് എന്ത്, ചേര രാജാക്കന്മാരെ ഭാസ്കർ രവിവർമ്മ ഒന്നാമനും രണ്ടാമനും എന്നിവർ ചേർന്ന് എഴുതിയ ചെമ്പ് ആലേഖനങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി കർക്കിടകം, തുലാം, കുംഭം എന്നീ മാസങ്ങളിൽ അമാവാസി ദിവസങ്ങളാണ് പിതൃബലി നടത്താറുള്ളത് കേട്ടോ. എപ്പോഴൊക്കെയാണ്? കർക്കിടകം, തുലാം, കുംഭം എന്നീ മാസങ്ങളിൽ അമാവാസി ദിവസങ്ങളാണ് പിതൃബലി നടത്താറുള്ളത്. ഇതിൽ കർക്കിടക ബാഹുബലിയാണ് ഏറ്റവും, കർക്കിടക ബാഹുബലി എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ക്ഷേത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കർക്കിടക ബാഹുബലി എന്ന് പറയുന്നത്. അതുപോലെ ആൾക്കാർ കേരളത്തിന്റെ കേരളത്തിന് മാത്രമല്ല കേരളത്തിന് പുറത്തു നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ് ഇത്, തിരുനെല്ലി ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. ഇത് കർക്കിടക ബാഹുബലിക്കാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് മാത്രമല്ല ഇത് ആണ്ടുബലി, ഇവിടെ എല്ലാ നിത്യബലി എന്നും ഉണ്ട്, ഇവിടെ ആണ്ടുബലി ഉണ്ട്. അതായത് എല്ലാ ദിവസവും ഇവിടെ ബലിതർപ്പണം നടത്താറുണ്ട്. ഈ കർക്കിടകം, തുലാം, കുംഭം എന്നീ മാസങ്ങളിൽ അമാവാസി ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടത്തുന്നത്. അല്ലെങ്കിൽ സാധാരണ എല്ലാ ദിവസവും നടത്തണം. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആണ്ടുബലിക്ക് വരുന്നവരുടെ ആണ്ടുബലിക്ക് വരുന്നവർ എല്ലാ ദിവസവും അവിടെ ബലിയിടാറുണ്ട്. അതിന് റെസ്ട്രിക്ഷൻസ് ഇല്ല. പിന്നെ അവിടെ റെസ്ട്രിക്ഷൻസ് ചെറിയ വരുന്ന സമയങ്ങൾ കൂടുതൽ പറയുന്നത് നമ്മുടെ ഈ വേനൽക്കാലത്ത് അവിടെ ഈ പാപനാശിനി വെള്ളം വരുന്നത് കുറയും. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് അവിടെ ബലിയർപ്പണത്തിന് ചെറിയ തടസ്സം വരാറുള്ളൂ. പക്ഷെ സാധാരണ അങ്ങനെ വരല് കുറവാണ്. അപ്പം അത് ഇതിന്റെ എക്സ്ട്രാ ഫാറ്റ് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പം മെയിൻ ആയിട്ട് നമ്മൾ ഇതിനകത്ത് നോക്കേണ്ടത് അമാവാസി ദിവസങ്ങളിലാണ് പിതൃതർപ്പണം നടത്താറുള്ളത്. ഇതിൽ കർക്കിടക ബലിയാണ് ഏറ്റവും പ്രധാനം. ഇത് തുലാം മാസത്തിലെ തിരുവോണ നാളിൽ പുത്തരി ഉത്സവം ആഘോഷിക്കും. അതായത് ഇവിടെ വയനാട് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കർഷക ഗ്രാമമാണ്, നാടാണല്ലോ, കർഷക നാടാണ്. അപ്പം ഇവിടെ പണ്ട് കാലത്ത് തൊട്ടേ ആചരിച്ചു വരുന്നതാണ് ഈ മറ്റേ ഇവിടുത്തെ ആൾക്കാർ, ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ ഗോത്ര വിഭാഗക്കാരും ജനങ്ങളൊക്കെ പണ്ട് തൊട്ടേ ആഘോഷിച്ചു വരുന്ന ഒരു ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളത് മുഖ്യതും. അപ്പം ഈ തുലാം മാസത്തിലെ തിരുവോണ നാളിൽ പുത്തരി ഉത്സവം എന്ന് പറഞ്ഞ ചടങ്ങ് നടത്താറുണ്ട്. ഇത് ആദ്യമായി വിളഞ്ഞ നെല്ലില്ലേ, ആദ്യമായിട്ട് ആ സമയത്ത് വിളഞ്ഞ നെല്ല് ഭഗവാന് സമർപ്പിക്കുക എന്ന ചടങ്ങാണ്. ഇത് ആദ്യമായിട്ട് വിളഞ്ഞ നെല്ല് ഭഗവാന് സമർപ്പിക്കുക. ഇത് കർഷക ഗ്രാമം മിക്കയിടത്തും നടത്താറുണ്ട്, മിക്ക സ്ഥലങ്ങളിൽ നടത്തുന്ന ഒന്നാണ് ഇത്. പക്ഷെ പല പേരുകളിലായിരിക്കും അറിയപ്പെടുന്നത് മാത്രം. ഇത് ഇവിടെ നടത്തുന്ന തിരുവോണ നാളിൽ പുത്തരി ഉത്സവമായിട്ടാണ് നടത്തുന്നത്. ഇനി വിഷുവിനോടനുബന്ധിച്ച് പ്രധാന ഉത്സവം നടക്കുന്നത്, ഇവിടുത്തെ പ്രധാന ഉത്സവം നടക്കുന്നപ്പോഴാണ് വിഷുവിനോടനുബന്ധിച്ചാണ് നടക്കുന്നത്. ഈ സമയത്ത് ആദിവാസി വിഭാഗക്കാരുടെ കോൽക്കളി പോലുള്ള പരമ്പരാഗത കലാരൂപങ്ങൾ ഇവിടെ അരങ്ങേറുണ്ട്. ഇത് ആദിവാസികളുമായി ബന്ധപ്പെട്ട്, അതായത് അല്ലെങ്കിൽ ഗോത്ര വിഭാഗം, വയനാട്ടിലെ ഗോത്ര വിഭാഗക്കാരുമായിട്ടാണ് ഇവിടുത്തെ ഓരോ ക്ഷേത്രങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ ഈ വിഭാഗക്കാരുടെ കോൽക്കളി പോലുള്ള പരമ്പരാഗത കലാരൂപങ്ങൾ ഇവിടെ അരങ്ങേറാറുണ്ട്. ഇനി 30 കരിങ്കൽ തൂണുകളെ താങ്ങി നിർത്തിയിരിക്കുന്ന ഈ ക്ഷേത്രം വാസ്തുവിദ്യയുടെ വിസ്മയാണ്. ഇത് 30 കരിങ്കൽ തൂണുകളാണ് ഈ ക്ഷേത്രം താങ്ങി നിർത്തിയത്. അതാണ് ഇമ്പോർട്ടന്റ്. ഇത് ചോദ്യമായിട്ട് വരാൻ സാധ്യത ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യം ഇതാണ്. അത് 30 കരിങ്കൽ തൂണുകളെ താങ്ങി നിർത്തിയിരിക്കുന്ന ഈ ക്ഷേത്രം വാസ്തുവിദ്യയുടെ ഒരു വിസ്മയമായിട്ടാണ് കണക്കാക്കുന്നത്. ക്ഷേത്രത്തിന്റെ കവാടത്തിന് സമീപം കൂർഗ് രാജാക്കാർ നിർമ്മിച്ചെന്ന് കരുതുന്ന ചില കൽപ്രതിമകളുടെ അവശിഷ്ടങ്ങൾ കാണാം. അതായത് ക്ഷേത്ര കവാടത്തിന്റെ കൂർഗ് രാജാക്കന്മാർ നിർമ്മിച്ചത്, ഇത് ഞാൻ പറഞ്ഞില്ല കർണാടകയുടെ അതിർത്തിയാണെന്ന്. അപ്പൊ കൂർഗ് രാജാക്കന്മാർ നിർമ്മിച്ചെന്ന് കരുതപ്പെടുന്ന ചില കൽപ്രതിമകൾ എന്ന അവശിഷ്ടങ്ങൾ എവിടെ കാണാം? ഈ ക്ഷേത്രത്തിന്റെ കവാടത്തിൽ കാണാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് തിരുനെല്ലി ക്ഷേത്രത്തെ പറ്റി നോക്കാനുള്ളത്. അപ്പം ഒന്നുകൂടെ നോക്കൂ, ഇതിനൊരു റിവിഷൻ അടിക്കാം. വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണ കാശി എന്ന്, അതാണ് ഇമ്പോർട്ടന്റ്. ദക്ഷിണ കാശി എന്നും ദക്ഷിണ ഗയ എന്നും അറിയപ്പെടുന്ന ഏതാണ്? തിരുനെല്ലി ക്ഷേത്രമാണ്. മരിച്ചവരുടെ ആത്മശാന്തിക്കായി ബലിതർപ്പണം നടത്തുന്ന ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിന് സമീപത്തുള്ള പാപനാശിനി നദി ബലിതർപ്പണം നടത്തുന്നതിന് പുണ്യമായി കരുതുന്നത്. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഏത് പാപനാശിനി തർപ്പണം. അതെവിടെയാണ്? തിരുനെല്ലി ക്ഷേത്രത്തിലാണ്. പരമാത്മായ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ക്ഷേത്രത്തിന് സമീപമുള്ള ഗുഹയിൽ പരമശിവന്റെ ജ്യോതിർലിംഗം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ബ്രഹ്മഗിരി മലനിരകളാൽ ചുറ്റപ്പെട്ട ഈ ക്ഷേത്രം സഖ്യമല ക്ഷേത്രം, അതായത് സഖ്യമല ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഏതാണ്? തിരുനെല്ലി ക്ഷേത്രമാണ്. പിന്നെ ചേര രാജാക്കന്മാരെ ഭാസ്കർ രവിവർമ്മ ഒന്നാമൻ, രണ്ടാമൻ എന്നിവരുടെ ചെമ്പ് ആലയങ്ങൾ ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. ഇനി കർക്കിടക വാവ് ബലിയും പിന്നെ തുലാം, കുംഭം മാസത്തിലെ അമാവാസി ദിവസങ്ങളിൽ പിതൃബലിയും ഒക്കെയാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഇവിടെ തിരുവോണ നാള് നടത്തുന്ന ഒരു ഉത്സവം എന്താണ്? പുത്തരി ഉത്സവം കേട്ടോ. തിരുവോണ നാള് നടത്തുന്ന ഉത്സവമാണ് പുത്തരി ഉത്സവം. അതായത് ആദ്യമായി വിളഞ്ഞ നെല്ല് ഭഗവാന് സമർപ്പിക്കുക എന്നാണ് ഈ ചടങ്ങ്. പിന്നെ വിഷുവിനാണ് പ്രധാന ഉത്സവം ഇവിടെ നടക്കുന്നത്. ആ സമയത്ത് ഇവിടുത്തെ ഗോത്രവർഗ്ഗക്കാരുടെ കോൽക്കളി പോലുള്ള പരമ്പരാഗത കലാരൂപങ്ങൾ ഇവിടെ അരങ്ങേറാറുണ്ട്.
ഈ 30 ഇവിടുത്തെ ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ വാസ്തുപരമായിട്ട് ഭയങ്കര പ്രത്യേകത ഉണ്ട്. എന്താണ് 30 കരിങ്കൽ തൂണുകൾ താങ്ങി നിർത്തിക്കുന്ന ഈ ക്ഷേത്രമാണിത്. അത് ഒരു വാസ്തുവിദ്യയുടെ ഒരു വിസ്മയമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ക്ഷേത്രത്തിന്റെ കവാടത്തിൽ സമീപം കൂർഗ് രാജാക്കാർ നിർമ്മിച്ചെന്ന് കരുതുന്ന ചില കൽപ്രതിമകളിലും അവശിഷ്ടങ്ങളും കാണാനായിട്ട് എന്ത് പറ്റും സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഈ ക്ഷേത്രത്തിലാണ്. ഇനി അടുത്താണ് തിരുമിറ്റക്കോട് ക്ഷേത്രം. ഏതാണ് തിരുമിറ്റക്കോട് ക്ഷേത്രം? ഈ ക്ഷേത്രം അഞ്ചുമൂർത്തി ക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്ത് ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നത്? അഞ്ചുമൂർത്തി ക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു ശിവലിംഗവും 4 വിഷ്ണു പ്രതിഷ്ഠകളുമാണ് ഇവിടെയുള്ളത്. എന്തൊക്കെയാണ്? ഒരു ശിവലിംഗവും 4 വിഷ്ണു പ്രതിഷ്ഠകളാണ് ഇവിടെയുള്ളത്. വൈഷ്ണവരുടെ പുണ്യസ്ഥലങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രം 108 ദിവ്യദേശങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. എന്താണ്? 108 ദിവ്യദേശങ്ങളിൽ ഒന്നായിട്ടാണ് എന്ത് ഈ തിരുമിറ്റക്കോട് ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ 5 മൂർത്തി ക്ഷേത്രമാണെന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ 5 മൂർത്തി ക്ഷേത്രങ്ങൾ അറിയപ്പെടാൻ കാരണം എന്താണ്? ഒരു ശിവലിംഗവും 4 വിഷ്ണു പ്രതിഷ്ഠകളാണ് ഉള്ളത്. എന്താണ്? ഒരു ശിവലിംഗവും 4 വിഷ്ണു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവക്ഷേത്രങ്ങളെന്ന് തിരുമിറ്റക്കോട് എന്നും അറിയപ്പെടുന്നുണ്ട്. കാരണം ഇവിടുത്തെ ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പരശുരാമനാണെന്നാണ് വിശ്വാസം. ശിവനും വിഷ്ണുവും തുല്യ പ്രാധാന്യമുള്ള അപൂർവ ക്ഷേത്രമാണ്. അതായത് ശിവനും വിഷ്ണുവും തുല്യ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളുണ്ട്. അതിൽ അങ്ങനെയുള്ള അപൂർവ ക്ഷേത്രങ്ങളാണുള്ളത്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏറ്റവും അപൂർവമായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് ഏത് തിരുമിറ്റങ്കോട് ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. ഇനി ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഈ പഞ്ചപാണ്ഡവർ ഓരോരുത്തർ ഇവിടെ ഓരോ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. അതായത് പഞ്ചപാണ്ഡവര് മറ്റു ഓരോ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. അതിനകത്ത് പറയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാല് ഈ വിഷ്ണുവിന്റെ 4 പ്രതിഷ്ഠകൾ ഉണ്ടെന്നാണല്ലോ ഇവിടെ പറയുന്നത്. ഈ 4 പ്രതിഷ്ഠകൾക്ക് കാരണം ഈ പഞ്ചപാണ്ഡവരാണെന്ന് ഒരു ഐതിഹ്യമുണ്ട്. ഇത് പറഞ്ഞു കേട്ടപ്പെടുന്ന ഒരു ഐതിഹ്യമാണ് ഇത്. കാരണം ഈ ഒരു ടോപ്പിക്കിനകത്ത് പ്രത്യേകത വെച്ചാൽ പലതും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് പറയപ്പെടുന്ന ഒരു ഐതിഹ്യമാണ്. അല്ലാതെ എവിടെ എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതിന്റെ വിശ്വാസ്യത അല്ലെങ്കിൽ ആധികാരികതയെ പറ്റി നമ്മൾ കൂടുതൽ നമുക്ക് ഒന്നും പറയാൻ പറ്റൂല. അപ്പൊ നമ്മളിങ്ങനെ അറിവുകൾ ലഭിക്കുന്ന അറിവുകൾ അനുസരിച്ചാണ് നമുക്ക് ഓരോ ക്ഷേത്രത്തെ പറ്റി അവര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഈ 4 വിഷ്ണു പ്രതിമകളുണ്ടല്ലോ, അത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ പഞ്ചപാണ്ഡവരാണെന്ന് പറയപ്പെടുന്നുണ്ട്. അല്ലാത്ത ഈ ഇവര് 3 പേരല്ല, കുന്തിപുത്രന്മാര് 3 പേരും കൂടെ ചേർന്നിട്ടും ഓരോ 3 വിഗ്രഹങ്ങളും, അവസാനത്തെ നകുലനും സഹദേവനും കൂടെ ചേർന്നിട്ട് ഒരു വിഗ്രഹം, അങ്ങനെ 4 വിഗ്രഹമാണ് ഇവിടെ സമർപ്പിച്ചിട്ടുള്ളതെന്ന് അറിയപ്പെടുന്നത്. അതായത് ധർമ്മപുത്രനും ഭീമനും അർജുനും ഓരോരോ വിഗ്രഹങ്ങൾ വെച്ച് 3 വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു. പിന്നെ നകുലനും സഹദേവനും കൂടെ ഒരൊറ്റ വിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചത്. അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഒറ്റ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. അത് 4ാമത്തെ വിഗ്രഹം. അങ്ങനെ 4 വിഷ്ണു വിഗ്രഹങ്ങളാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു ഐതിഹ്യമാണ്, ഒരു വിശ്വാസമാണ്. ഈ പ്രധാന പ്രതിഷ്ഠ, ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാവിഷ്ണു തന്നെയാണ്. അവിടെ ഉയ്യാവന്ത പെരുമാൾ. എന്താണ് ഉയ്യാവന്ത പെരുമാൾ? ഉയ്യാവന്ത പെരുമാൾ എന്നാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അറിയപ്പെടുന്നത്. എന്താ? ഉയ്യാവന്ത പെരുമാൾ എന്നാണ് പ്രധാന പ്രതിഷ്ഠ. ഇതിനകത്ത് ഉയ്യവന്ത പെരുമാൾ എന്നാണ് നമ്മൾക്ക് ഇത് അറിയുന്നത്. ഇനിയിപ്പോ ഇത് ഉച്ചാരണത്തിൽ വേറെ എന്തെങ്കിലും രീതിയിലാണ് പറയുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് ഈ ഓരോരുത്തർ ഉച്ചരിക്കുന്ന അനുസരിച്ച് വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഇപ്പൊ നമുക്ക് കിട്ടിയ ഒരു വിവരം അനുസരിച്ചാണ് ഈ പേര് പറഞ്ഞത്. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും പേരിന് ചെറിയ മാറ്റം ഉണ്ടോ എന്നുള്ളത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. എന്തായാലും ഇത് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് മഹാവിഷ്ണു പ്രതിഷ്ഠയാണ് അവിടെയുള്ളത്. അത് അറിയപ്പെടുന്ന ഉയ്യാവന്ത പെരുമാൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഉപദേവതകൾ എന്നറിയപ്പെടുന്നത് ഗണപതി, ശിവൻ, സുബ്രഹ്മണ്യൻ, ശാസ്താവ്, വീരഭദ്രൻ, ഹനുമാൻ, നാഗദേവതകൾ, ദുർഗാദേവി. ഇത്രയും ഉപദേവതകൾ ഉള്ള ക്ഷേത്രമാണ് ഇത് നമ്മുടെ തിരുമിറ്റങ്കോട് ക്ഷേത്രം. ഇനി മേടമാസത്തിലെ വിഷ്ണു വിളക്കാണ് പ്രധാന ഉത്സവം. എന്താണ് മേടമാസത്തിലെ വിഷ്ണു വിളക്കാണ് ഇത് ഇവിടുത്തെ പ്രധാന ഉത്സവം. മേടമാസത്തിലെ വിഷ്ണു വിളക്കാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. ഈ ക്ഷേത്രവും പരശുരാമൻ നിർമ്മിച്ചതാണ് ഐതിഹ്യം. അതാണ് ഈ ക്ഷേത്രം പരശുരാമൻ നിർമ്മിച്ചാണ്. ഇവിടുത്തെ ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പരശുരാമനാണെന്നാണ് ഒരു ഐതിഹ്യം ഉള്ളത്. ഈ ക്ഷേത്രത്തെ 10ാം നൂറ്റാണ്ടിലെ ചോള രാജാക്കന്മാരുടെ ചെമ്പ് ആലയങ്ങൾ എന്ത് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞില്ലായിരുന്നോ? എവിടെയാണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ മറ്റേ തിരുനെല്ലി ക്ഷേത്രം പറഞ്ഞില്ലായിരുന്നു? അവിടെ ചോള രാജാക്കന്മാരെ ഭാസ്കര, രവിവർമ്മ ഒന്നാമൻ, രണ്ടാമൻ എന്നിവരുടെ ചെമ്പുലേഖനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ഇവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ചോള രാജാക്കന്മാരുടെ ആലേഖനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പം തിരുമിറ്റങ്കോട് ക്ഷേത്രം ഒന്നുകൂടെ നമുക്ക് പോകാം. ഈ ക്ഷേത്രം അഞ്ചുമൂർത്തി ക്ഷേത്രം. അതാണ് ഏറ്റവും ഇതിനകത്ത് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണ്? ഈ കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഇതാണ് കേട്ടോ, അഞ്ചുമൂർത്തി ക്ഷേത്രം എന്ന പേര് അറിയപ്പെടുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു ശിവലിംഗവും 4 വിഷ്ണു പ്രതിഷ്ഠകളാണ് ഇവിടെയുള്ളത്. വൈഷ്ണവരുടെ പുണ്യസ്ഥലങ്ങൾ ഒന്നായ ഈ ക്ഷേത്രം 108 ദിവ്യക്ഷേത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവക്ഷേത്രങ്ങൾ ഒന്നായിട്ട് ഇതിനെ കണക്കാക്കുന്നുണ്ട്. ശിവനും വിഷ്ണുവും തുല്യ പ്രാധാന്യമുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത്. ഇതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, പഞ്ചപാണ്ഡവർ ഓരോരുത്തർ ഇവിടെ ഓരോ പ്രതിഷ്ഠ നടത്തുന്നത്. അതായത് ഇവിടെ നടത്തിയ വിഷ്ണു പ്രതിഷ്ഠകൾ 4 പഞ്ചപാണ്ഡവരെ ചേർന്ന് നടത്തിയതാണെന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഇവിടുത്തെ പ്രധാന വിഷ്ണു മഹാവിഷ്ണുവാണ്. അത് അറിയപ്പെടുന്ന ഉയ്യവന്ത പെരുമാൾ എന്നാണ് അറിയപ്പെടുന്നത്. ഉയ്യവന്ത പെരുമാൾ. ഈ പെരുമാൾ എന്നറിയപ്പെടുന്ന മഹാവിഷ്ണുവാണ്. ഉയ്യവന്ത പെരുമാൾ എന്നാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഉപദേവതകളാണ് ഗണപതി, ശിവൻ, സുബ്രഹ്മണ്യൻ, ശാസ്താവ്, വീരഭദ്ര, ഹനുമാൻ, നാഗദേവതകൾ, ദുർഗാദേവി. ഇനി മേടമാസത്തിലെ വിഷ്ണു വിളക്കാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം.
ഈ ക്ഷേത്രം പരശുരാമനാണ് നിർമ്മിച്ചതെന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തിന്റെ 10-ാം നൂറ്റാണ്ടിലെ ചോള രാജാക്കന്മാരുടെ ചെമ്പ് ആലയങ്ങൾ എവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്? ഈ ക്ഷേത്രത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സില്. ഇപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ ഇത് നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോകും. ഇത് കുറച്ച് ക്ഷേത്രങ്ങളായിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ക്ഷേത്രങ്ങളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഇനി ഈ സീരീസിനൊപ്പം നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു.